നമസ്കാരം. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇക്ക പ്രസാദേട്ടാ, നാട്ടിലെ കോമഡിക്കാരാണ് അടുത്തത് വിടാൻ പോണത്. എനിക്ക് തോന്നുന്നു ഇത്രയും നിഷ്കളങ്കതയുള്ള ഒരു നാട്ടിൻ പുറത്ത കുട്ടികളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ആദ്യം അവരെ വിളിക്കട്ടെ? അപ്പൊ വിളിക്കാം. ഹേമ, ദൃശ്യ ആൻഡ് രേഷ്മ. Come on. ഇത് ഐറ്റം വേറെ. നിങ്ങളിത് കേൾക്കണം. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ഈ കിടക്കണ ജോലി ചെയ്യുക. എൻ്റെ ജോലിയുടെ അഭിമാനം കൊണ്ടായിരിക്കും ഞാൻ ഇവിടുത്തെ ഫ്ലോർ മാനേജറായി. പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇവിടെ 2 പെണ്ണുങ്ങളുണ്ട്. ഇവളുമാരിത് എവിടെ പോയിരിക്കുന്നു? ഇവളുമാരെ കണ്ടുപിടിക്കാൻ CC ക്യാമറ വെച്ചാൽ പോലും കിട്ടത്തില്ല. അല്ല, ഇങ്ങോട്ട് കയറി വാവാ. നിങ്ങളെപ്പോലെ ചെറുപ്പക്കാർക്ക് പറ്റിയ അടിപൊളി കളക്ഷൻസ് ഇവിടെ ഇരിക്കുന്നു. നല്ല ജീൻസ് ഉണ്ട്, പാൻ്റ് ഉണ്ട്. ഇങ്ങോട്ടൊന്ന് കയറി വാ. ആ ചെറുപ്പക്കാരല്ല, ഇങ്ങോട്ട് കയറി മക്കളെ, ഇന്ന് വാ ഇങ്ങോട്ടൊന്ന്. വാ. ഒറ്റയ്ക്കൊന്ന് മോണാക്ട് കളിക്കുമായിരുന്നില്ലേ? എടി, നീയൊക്കെ എവിടെ ഇരുന്നാലും നിന്നെയൊക്കെ പുറത്തിറക്കാനുള്ള വഴിയേ എനിക്കറിയാം. നിന്ന് സമയം കളയാതെ പോയി ജോലി ചെയ്യും പെണ്ണുങ്ങളെ. പാടി പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. ദൈവമേ, എന്റെ ദൈവമേ, ഇന്ന് നല്ല കളക്ഷൻ ഉണ്ടാവണേ. എന്താടി ഇവിടെ കളക്ഷൻ ഒന്നും ഇല്ലയോ? ആ കളക്ഷൻ അല്ലായിരിക്കും. നിന്ന് കളക്ഷൻ എടുക്കാതെ പോയി ജോലി ചെയ്യും പെണ്ണുങ്ങളെ. ഇത് നേരം വെളുക്കും വരും, എന്നിട്ട് ഒരു വക ചെയ്യത്തില്ല. പിന്നെ പിള്ള നീ എന്തുടി ആടിക്കൊണ്ടിന്ന് കാണിക്കതേ? അതോ വിളി എഴുതി വെച്ചേക്കുന്നുണ്ടല്ലായിരുന്നോ? ഇന്ന് മുതൽ ആടി സെയിൽ തുടങ്ങുവന്നു. അതിനാണ് നീ കിടന്ന് ആടുന്നത്? പിന്നെ അതിനപ്പുറത്ത് വേറൊരു ബോർഡിനോട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്ത്? പുതിയ ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ടെന്ന്. നാട്ടം നിർത്തി. അതാ നിനക്ക് നല്ലത്. നീ എന്താ ഇന്നലെ വരാജേ? അത് ഇന്നലെ ഞാൻ ലീവായിരുന്നു. അത് തന്നെയല്ലേ ഞാനും ചോദിച്ചത്. അനിന്റെ കല്യാണമാ. അതിനുണ്ട് തുണി എടുക്കാൻ പോരുന്നതാ. എവിടെ? ഷിബു ടെക്സ്റ്റൈൽസില്. എടി, നീ ഇവിടെ ജോലി ചെയ്തിട്ട് വേറെ കടയിൽ പോയി തുണി എടുത്തില്ലേടി? കൊള്ളാടി. നിനക്ക് ചോറ് ഇവിടെയും കൂറ് അവിടെ അല്ലയോ? നീ ഒരു കാര്യം ചെയ്യ്, ഈ ഫ്ലോർ ക്ലീൻ ചെയ്തിട്ട് ചെയ്താൽ മതി. എന്ത് മേഡം അങ്ങനെയൊക്കെ പറ? അങ്ങനെ ഇങ്ങനെയൊന്നും ഇല്ല, പോയി ക്ലീൻ ചെയ്തിട്ട് മതി. പോ. ഹലോ അണ്ണാ, നമ്മൾ ഇന്നലെ ഇവിടെ ഒരു ബൊമ്മയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അത് വേണ്ട കേട്ടോ, ഇവിടെ ഉണ്ടോ ഒരെണ്ണം. മേഡത്തിന്റെ ഭർത്താവേ പിണങ്ങിപ്പോയെന്നോ വന്നെന്നോ എന്തൊക്കെ നാട്ടുകാര് പറഞ്ഞു കേട്ടോ. എന്താ ഇവിടെ കാര്യം? അതൊന്നും ഇല്ലടി, എന്റെ മനസ്സിലും ഇല്ലടി ചെറിയ ചെറിയ ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്. രേവതി കളിച്ചു കഴിഞ്ഞെങ്കിലേ മേടെങ്കി വാ. ഞാൻ ഉദ്ദേശിച്ചത് അതല്ലടി. എടി, കല്യാണം കഴിഞ്ഞ എല്ലാ പെണ്ണുങ്ങൾക്കും കാണത്തില്ലടി ഓരോരോ ആഗ്രഹങ്ങള്. ഒന്ന് പാർക്കിൽ പോണം, ബീച്ചിൽ പോണോന്ന്. എന്ത് മേഡം, മേഡത്തിന്റെ ആഗ്രഹം എന്റെ തോളത്തിരിക്കുന്നേ? അതല്ല, എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നെന്ന്. എനിക്കാണെങ്കിൽ ഊട്ടി പോണോന്ന് ആഗ്രഹം. ഞാൻ ഊട്ടിന്ന് അങ്ങോട്ട് പറഞ്ഞതും ഈ ചേട്ടൻ വീടും പൂട്ടി പോയിടി. അല്ല, എന്നിട്ട് മേഡം എങ്ങനെ പോയി? തൊട്ടപ്പുറത്തെ വീട്ടിലെ ശശിയണ്ണ വഴി അറിയാടി. ഞാൻ ശശിയണ്ണയും കൂട്ടി ഊട്ടി വരെ പോയി കറങ്ങിയിട്ട് വന്ന്. അതിന് വല്ല തെറ്റുണ്ടോടി? വഴി അറിയാന്നുള്ള കൊണ്ട് ഊട്ടി വരെ പോകുന്ന തെറ്റും ഇല്ല മേഡം. ഇല്ലല്ലോടി, ഇല്ലല്ലോ. അതിന് ഈ നാട്ടുകാരൊക്കെ എന്തൊക്കെയാ പറഞ്ഞെന്നറിയാമോ? ഞാനും ഷിബു അണ്ണൂടെ ഊട്ടി കറങ്ങാൻ പോയി, അവിടെ പോയി. ഇതുപോലെ പരദൂഷണം പറയുന്ന കുറെ നാട്ടുകാര് എനിക്കിഷ്ടമല്ല. നീ ഇങ്ങനൊന്നും പോവല്ലേ കേട്ടോ. എന്റെ പൊന്നു മേഡം, ഞാനങ്ങനെ പോകത്തില്ല. അഥവാ നിനക്ക് പോണോന്നുണ്ടെങ്കി നീ ഒറ്റയ്ക്ക് പോണം, വേറെ ആരും കൂട്ടി പോവല്ലേ കേട്ടോ. ബസ്സില് എന്റെ പൊന്നു ചേച്ചി, അതിനെപ്പറ്റി പറയാതിരിക്കുന്നേ നല്ലത്. നീ പറയണ്ടേ, അതാ നല്ലത്. അപ്പൊ ഞാൻ പറയണ്ടേ? പറ അങ്ങോട്ട്. ചേച്ചി, ഞാൻ ആ സ്ഥിരം പോകുന്ന ബസ് ഉണ്ടല്ലോ, എന്തായിരുന്നു ആ ബസ്സിന്റെ പേര്? പുഞ്ചിരി ബസ്. പുഞ്ചിരി ബസ്. ആ ബസ്സിനകത്തെ പുതുതായിട്ടൊരു കണ്ടക്ടർ വന്നിട്ടുണ്ട് കേട്ടോ. അയാൾക്കാണെങ്കില് എന്നെ അങ്ങോട്ട് കാണുമ്പോഴേ അടിമുടി ഒരു ഇളക്കം. അല്ലേലും എന്നോടും അങ്ങനെ തന്നെ ആടി. അത് മാത്രമല്ല കേട്ടോ, അവനെ അങ്ങോട്ട് പോകുമ്പോ എന്നെ ഒന്ന് തട്ടും, ഇങ്ങോട്ട് വരുമ്പോ എന്നെ ഒന്ന് മുട്ടും. അവൻ ആ ബെല്ലിലൊരു തട്ടിനെക്കാട്ടി എന്നെ അവിടെ തട്ടിയിട്ടുണ്ട്. എനിക്കുണ്ടല്ലോ ഇതെല്ലാം കൂടെ കേട്ട് ഇങ്ങനെ പെഴുത്ത് അങ്ങോട്ട് കേറിയിട്ടേ ആളും പേരൊന്നും ഞാൻ നോക്കിയില്ല. കൊടുക്കേണ്ടതും അപ്പം തന്നെ അവനെ കൊടുത്തു വിട്ടു. കൊടുത്തോടെ? കൊടുത്തേച്ചി. നീ കൊടുത്തോ? കൊടുത്തേച്ചി. ഇങ്ങനെ വേണം പെണ്ണുങ്ങളായ. നീ എന്ത് കൊടുത്തേ? എന്റെ ഫോൺ നമ്പർ ചേച്ചി. ആക്ഷൻ ഇട്ട്. എടി, ഈ വണ്ടി തന്നെ അല്ലയോടി കഴിഞ്ഞ ആഴ്ച ഒന്ന് മറിഞ്ഞപ്പോഴേ അതിനകത്തുള്ള എല്ലാരെയും ബഹളം ഞാൻ കേട്ടു, നിന്റെ മാത്രം കേട്ടില്ല. എന്തടി?
എന്റെ പൊന്നു മാഡം വണ്ടി ഒന്ന് ചരിഞ്ഞ് ആ അതും കണ്ടോണ്ട് വണ്ടിക്കകത്തിരിക്കുന്ന എല്ലാ എണ്ണവും കൂടി എന്തോ ഒരു ബഹളവാ. അതിന്റെ ഇടയ്ക്ക് ഞാനും കൂടെ ബഹളം വെച്ച് എന്തിനുള്ള ലിപ്സ്റ്റിക് കളഞ്ഞിട്ട് ഞാൻ ഒന്നും വേണ്ടിയില്ല. നേരം വെളുക്കുമ്പോ കേറി വരും കൊറേ മുറുക്കാനും വാരി വായിട്ടുണ്ട്. ഇവിടെ വന്നിട്ടോ അങ്ങോട്ടും തുടച്ച് ഇങ്ങോട്ടും തുടച്ച്. അതെ ജോലി ചെയ്യാനുള്ള പ്ലാനൊന്നും ഇല്ലയോ? പോയി ജോലി ആയി പെണ്ണുങ്ങളെ. എടി എടി ഇനി വരുന്നടി. എന്തു വെച്ചി ആരെയും പൊക്കിയൊന്നും അല്ല. ഓ ആരെ കുശുമ്പെന്നും പറഞ്ഞോണ്ട് ഓടിക്കൊണ്ട് വന്നതാണോ രണ്ടുപേരും? അതൊന്നും അല്ല. പിന്നെ അണ്ണൻ പറഞ്ഞേ നമ്മുടെ കടയുടെ വാർഷികം വരാൻ പോവന്ന്. ആ അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യണമെന്ന് പറഞ്ഞ്. നമുക്ക് വേണമെങ്കിൽ ട്രിപ്പ് പോവാം, എന്തെങ്കിലും വേറെ പ്രോഗ്രാം ചെയ്യുന്നേ അത് ചെയ്യാം. നിങ്ങളുടെ പ്ലാൻ എന്ത്? നമുക്കൊരു കൈകൊട്ട് കളി ആയാലെന്ത്? ആ അത് മതി. കയ്യോട്ടിക്കളി നമ്മൾ ആര് പഠിപ്പിക്കൂടി? മേഡം എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഒന്നാമത്തെ ഡാൻസർ ഇല്ലേ ഈ നിക്കുന്നേ? ശരിക്കും പിന്നെ ഞാനൊരു സകലകല പറ്റതല്ലയോ? മറ്റേതോ പല്ലവി. നാക്കിനകത്ത് വന്നില്ല സകലകല. പിന്നെ ഞങ്ങൾക്ക് വേണം ഇപ്പൊ പറഞ്ഞ മറ്റേത്. ഞാൻ കാണിക്കുന്ന പോലെ കാണിച്ചാൽ നിങ്ങളെ വല്ല ഫീളാക്കാം. കാണിക്കാം. ഞാൻ കാണിക്കാം അങ്ങോട്ട്. അയ്യോ എനിക്ക് കുത്താനില്ല. ഓ നീ കുത്തണ്ട, നിന്റെ കുത്തൊക്കെ കൊറേ കേൾക്കുന്നുണ്ട് ഞാൻ ഇവിടെ. നീ പോട്ടെ, നീ കളി അങ്ങോട്ട്. ഞാൻ കാണിക്കുന്ന പോലെ തന്നെ കാണിക്കണേ. റെഡി 1 2 3. നമ്മൾ 3 പേരില്ലേ ഉള്ളൂ, പിന്നെ എങ്ങനെ കളിക്കും? എന്റെ സുധ ചേച്ചി രമണ ചേച്ചി ഞങ്ങളെ ഒന്ന് സഹായിക്കുക ചേച്ചി വന്ന്. ചേച്ചി ഇങ്ങോട്ട് ഇറങ്ങി ആ ചേച്ചി ഒന്ന്. എന്തുവാ ഇത്? ഭയങ്കര നമുക്ക് കളിക്കാം. 1 2 3. മതി, പറ്റത്തില്ല ചേച്ചി. പറ്റത്തില്ലടി, എനിക്കും പറ്റത്തില്ല. എന്നെ കൊണ്ട് വയ്യ. വേറെ എന്തെങ്കിലും നോക്കാം ചേച്ചി. നമുക്കൊരു ട്രിപ്പും പോയിരുന്നത്. ട്രിപ്പ് ഒന്നും വേണ്ട, എന്നെ വരെ ഹോസ്പിറ്റൽ ട്രിപ്പ് ഇട്. ഊട്ടിക്ക് വരുന്നല്ലേ? ഊട്ടി ഊട്ടി ഞാൻ വരുന്നില്ലടി. എന്താ കഴിഞ്ഞ ആഴ്ച ഞാൻ ശശികണ്ഠ കൊണ്ട് പോയതില്ലേ ഉള്ളു. അവിടെ ഒന്നും കാണാനൊന്നുമില്ല. ഞാനും ശശികണ്ഠ ചുമ്മാ അവിടെ നിന്ന് കറങ്ങി നടന്നത് മാത്രമേ ഉള്ളൂ. അതിനെ നാട്ടുകാരോട് പറയണം. നമുക്ക് ഗുരുവായൂർ പോയില്ലെന്ത്? ഗുരുവായൂരാന്നെങ്കിൽ പോവാം. ഗുരുവായൂരാന്ന് കുഞ്ഞുണ്ണിക്കണ്ണനുണ്ട്, വട്ടത്തിലുള്ള പപ്പടം കിട്ടും, പായസം. ജലചേച്ചിക്ക് 2 മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാനും കൊടുക്കുന്നുണ്ട്. ഒരു പാഴ്മോഹം ഈ പൊട്ട മനസ്സിൽ തോന്നിയപ്പോ ഞാൻ ആദ്യം ഓടി വന്നത് ഇങ്ങട്ടാ. എങ്ങോട്ട്? ഈ പക്കത്തോട്ടാ പോ ചേച്ചി. ഗുരുവായൂർന്ന് കേൾക്കുമ്പോഴേ അതങ്ങ് വരും. ബാലാമണി എന്തിനു മേഡം? ആ നീ പറയുമ്പോ പാഴ്മുഖം ഒന്ന് പറയണ്ടടി. എന്താ മേഡാ? ഒരു പാടിന്റെ മുഖം ഒന്ന് പറഞ്ഞാ മതി. ഒരു പണിയും ചെയ്യണ്ട. തിരുന്ന കളിയാ പെണ്ണുങ്ങള്. നേരം വെളുക്കുമ്പോ വരും. നിന്റെ കല്യാണം വരുമോ? നീ അത് അറിഞ്ഞില്ലയോ? പിന്നെ ഞാൻ കേട്ടായിരുന്നു നിങ്ങൾ പറയുന്നത്. നിന്റെ കല്യാണത്തിന് അല്ലേ ചേച്ചി? അവിടുത്തെ കളക്ഷനൊക്കെ എങ്ങനെയുണ്ട്? ഒന്നും പറയണ്ടടി, എന്തോരെ കളക്ഷൻസ് അവിടെ ഇരിക്കുന്നറിയോ? നമ്മൾ ആ കടലോട്ട് കൊണ്ട് കേറി ചെല്ലുമ്പോഴത്തേക്കുണ്ടല്ലോ കൊറേ പെണ്ണുങ്ങൾ വന്ന് ഇങ്ങനെ അങ്ങ് നിക്കും. അതെന്തിനാ ചേച്ചി? വെള്ളം വേണോ ജ്യൂസ് വേണോ എന്ന് ചോദിച്ചോണ്ട് ഇവിടെ അങ്ങനെ എല്ലാം ഉണ്ട്. നമുക്ക് ദാഹിച്ച പച്ചവെള്ളമില്ല പിന്നെ വരുന്ന കസ്റ്റമർക്ക്. ചേച്ചി ഹോസ്പിറ്റലിൽ പോയ കാര്യം എന്തോയി? ഒന്നും പറയണ്ടടി, ഇനി മുരൊന്നും പോകുന്നില്ല. അതിനുള്ള ഗുളിക തന്നെ അവിടെ ഇല്ലെന്ന് പറഞ്ഞു. അതല്ലെന്ന്, അത് നിങ്ങൾ സ്ഥിരം കഴിക്കുന്ന ഗുളിക. അതല്ല ഞാൻ ചോദിച്ചത്. നിങ്ങളെ ഹോസ്പിറ്റലുകാർക്ക് തുണി വെട്ടി മുറിച്ച് കൊടുത്തെന്നൊക്കെ കേട്ട്. എടി അത് ഞാൻ ചോദിക്കാനിരുന്നയാ. ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് തുണി മേടിക്കാൻ വന്നപ്പോ ആരാ തുണി കൊടുത്തേ? എല്ലാരും തുണി എടുത്തോണ്ട് തന്നെയായിരുന്നു വന്നേ. അതല്ല ചോദിച്ചേ, അവർക്ക് തുണി ഇവിടുന്ന് എടുത്തു കൊടുത്തതാരാ? അത് ഞാനാ. അവരെന്തുവായിരുന്നു ഇവിടെ വന്ന് ചോദിച്ചേ? അവര് ചോദിച്ചു വെള്ളത്തുണി ഉണ്ടോന്ന്. എന്നിട്ട് ഞാനിവിടെ നോക്കിയിട്ട് ഞാൻ കണ്ടില്ല. അതിന് കണ്ടിവിടെ വെള്ള അടിപ്പാടെടുത്ത് വെട്ടിക്കീറി ഞാനും കൊടുത്തുവിട്ടു. എന്റെ ദൈവമേ, എങ്ങനുണ്ട്? ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഡെഡ് ബോഡി അടിപ്പാവടയും പോച്ചോണ്ട് മേലോട്ട് പോയേക്കുന്നത്. ഇനി അവിടെ ചെല്ലുമ്പോ അറിയാം എന്റെ തമ്പുരാനെ, അതിനെ ആണുങ്ങളുടെ സെക്ഷനിൽ കയറ്റുവോ പെണ്ണുങ്ങളുടെ സെക്ഷനിൽ കയറ്റുവോന്ന്. ഓ ഇതുപോലെ കുറെ പെണ്ണുങ്ങള്. എടാ ചേച്ചി, ഞാൻ ഈ കടയിൽ വന്നപ്പോ എൻ്റെ ഒരു സംശയം. ഇരിക്കുന്ന സംഭവം എന്തുവാ? അത് തന്നെ തൊണ്ട അവിടെ ഇരിപ്പുണ്ട്. അതെന്തിനാ ചേച്ചി? അതെന്തോന്ന് എനിക്കും അറിയാൻ പോയി. ഞാൻ പക്ഷെ എന്നും തുടച്ച് വെക്കാറുണ്ട്. ആണോ? എനിക്ക് വല്ല സംശയം ഉണ്ടെങ്കിലേ തൊണ്ട മേഡം നിൽക്കുന്ന അവരോട് പോയി ചോദിച്ചു. എൻ്റെ അടുത്തൊന്നും ചോദിക്കാൻ നിൽക്കുന്നു. മാഡം തുടങ്ങി നമ്മുടെ കടയിലെ തൂക്കിയിട്ടേക്കുന്ന സാധനം അതെന്തു മാഡം? എടി അത് നിങ്ങൾക്ക് അറിയത്തില്ലയോ? ഇല്ല മാഡം. അതാണ് നമ്മുടെ കടയിലാണ് തീ പിടിക്കുവാണെങ്കിൽ നമുക്ക് കാണിക്കാനുള്ള സാധനം ഇല്ലേ അത്? അത് മാഡത്തിന് എങ്ങനെ അറിയാം? പിന്നെ ഇതൊക്കെ പഠിച്ചിട്ടില്ലേ ഞാൻ ഈ വന്ന് നിൽക്കുന്ന നിപ്പ്.
അപ്പൊ നമ്മുടെ കട കത്തിക്കഴിഞ്ഞാ അണയ്ക്കാം. നീ കട കത്തിക്കാൻ വന്നോ ജോലിക്ക് വന്നോ? എനിക്ക് മേഡം. എന്നാ പോയി ജോലി ചെയ്യാൻ നോക്ക് പോ. ശ്ശോ, എന്നാലും എന്റെ പൊന്നു ചേച്ചി ആ ഗ്യാസ് ഊറ്റി കുടിച്ചിട്ട് എങ്ങനെ അണയ്ക്കുന്ന കാര്യം ചേച്ചി ഇവര് പറയുന്നേ? ഓ അതൊക്കെ ചണയ്ക്കാൻ പറ്റും വേണേ. എന്നിട്ട് അതിന്റെ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ആര് നിങ്ങളുണ്ട് വെള്ളം നിറച്ച് വെച്ചതിനകത്ത്? ഈ വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ടായിരിക്കും. എന്ത് ചേച്ചി എന്തുകൊണ്ടാ ചൂടാവുന്ന എന്തുവാ? തുണി മടക്കൂലല്ലോ, തുണി തേക്കുമല്ലേ? അയ്യോ, എന്നാലും ഒന്ന് പറഞ്ഞു എടുത്തില്ല അതെന്തിനാ അടക്കി? നിനക്കിപ്പോ എന്താ അറിയണം? എനിക്ക് തീ അണയ്ക്കുന്ന കാണണം. നീ ഇവിടെ നില്ലേ, നീ ഇത് ചെയ്യണ പെണ്ണുങ്ങളെ കൊണ്ട് കുറെ പെണ്ണുങ്ങളുണ്ട്. നീ ഇവിടെ നിക്കണേ, ഞാൻ അതേ വരുന്ന. ഇവരിത് എവിടെ പോയതാ? എവിടെ പോയതാ ചേച്ചി? നീ ഇവിടെ നില്ലേ, മേഡം വരുന്നു. അതുകൊണ്ട് ആ തീ അണയ്ക്കുന്നു. നീ ഇപ്പൊ കണ്ടോ? പിന്നെ നീ ഇപ്പൊ കണ്ടോ? നല്ല സംഭവം വെച്ച് ഇപ്പൊ അണയ്ക്കുന്നത്. അയ്യോ മേഡം, അയ്യോ മേഡം. എന്തുപടി അവിടെ തീ കത്തി മേഡം. തീ കത്തിയെന്നോ? എന്റെ ദൈവമേ, നിങ്ങൾ എന്തുപടി കാണിച്ചു വെച്ചിരിക്കുന്നത്? എനിക്കറിയാൻ വയ്യ. ഈ അണ്ണം വരുമ്പോ ഞാൻ എന്തോ പറയൂടി പെണ്ണുങ്ങളെ, എന്തോ. എന്റെ ദൈവമേ, ഇവളുമാരെല്ലാം കൂടി ഇത് കത്തിക്കും. എനിക്കറിയാൻ വയ്യ. എന്റെ ദൈവമേ, എന്തുവാന്ന് കാണിച്ചു വെക്കുന്നത്? ഇത് വെച്ചുകൊണ്ട് അണച്ച് കാണിച്ചു കൊടുക്കാൻ വേണം. നമുക്ക് ഇതൊക്കെ അറിയാന്ന്. ഇതെന്തുപടി സാധനം? ഇതെന്തുപടി ഇത്? അയ്യോ, എനിക്കറിയാൻ വയ്യ. എന്റെ പൊന്നു മേഡം, നിങ്ങൾ എന്താ ഇവിടുന്ന് അരി ആട്ടുന്നോ? എണ്ണിച്ച് പോയി തീ അണക്കി പോലെ കടയിപ്പോ കത്തേ പോവും. എടി, എനിക്ക് ഇതൊന്നും അറിയത്തില്ലടി പെണ്ണുങ്ങളെ. എന്റെ ദൈവമേ, എന്റെ അമ്മോ, ഓടി വായോ നാട്ടുകാരെ. ആണയോ? എടി, ഇത്രയും നേരം ഞാൻ ഇവിടെ കിടന്ന് അണച്ചതില്ലയോടി? അണയ്ക്കാനല്ലേ പറഞ്ഞത്, അവിടെ തീ അണയ്ക്കാന്. ഇതറിയാമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് കയറി വരുവോടി? നിങ്ങൾ എന്തൊക്കെ വീമ്പിളക്കുന്നുണ്ടല്ലോ. സേഫ്റ്റിയുടെ എന്തെങ്ങാണ്ടൊക്കെ ആണോ? എനിക്ക് ഇതൊന്നും അറിയത്തില്ല. അറിയത്തില്ലയോ? ഇല്ലടി. എന്ത് പെൺപിള്ളേ പറയുന്നത്? എന്തെങ്കിലും വെച്ചാൽ അടയ്ക്ക പെൺപിള്ള. നിങ്ങൾ വലിയ പറഞ്ഞ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം ചെയ്യും. ഇതൊന്നും വേണ്ട, നമുക്ക് ഓടിക്കോന്ന് ഇറങ്ങി ഇറങ്ങി പോയിനടി. എനിക്കറിയാം ഞങ്ങൾ എന്ത് വേണം. കഴിഞ്ഞ് കഴിഞ്ഞ് ഹലോ നാട്ടിലെ കോമഡിക്കാർ, പൊളിച്ചട്ടോ നിങ്ങള്. ഇതുപോലത്തെ ഒരു സ്കിറ്റ് ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നതാ. ഉഗ്രൻ ഏട്ടാ. നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം അല്ലേ? അല്ല, ആദ്യം നിങ്ങളുടെ പേരൊക്കെ ഒന്ന് പറ. പേരൊക്കെ പറ. ഇയാൾ ആദ്യം പറ. ഇയാള്? എന്റെ പേര് രേഷ്മ. രേഷ്മ. എവിടെ നിന്നാണ് വരുന്നത്? കൊട്ടാരക്കര. കൊട്ടാരക്കര. അവിടെ എങ്ങനെ നല്ല കളക്ഷനൊക്കെ ഉണ്ടാ? കൊട്ടാരക്കര. കൊട്ടാരക്കര. മോള് കല്യാണം കഴിച്ചാണോ? ആ, കല്യാണം കഴിച്ച. ഓക്കെ. ഹസ്ബൻഡിന്റെ പേരെന്താണ്? ഹസ്ബൻഡ് വിനയകുമാർ. വിനയകുമാർ. മോള് എന്താ ചെയ്യണത്? ഞാൻ 2026 തുടക്കത്തില് തുടങ്ങിയിട്ടുള്ളൂ. അത് ഡിസംബർ അവസാനം ഓ, ജോലി രാജിവെച്ച് അതുവരെ. ശരിക്കും പറഞ്ഞാലേ നമ്മള് ഒരു കൊല്ലത്തിന്റെ ആദ്യ ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ വരുമ്പോ പുതിയ പുതിയ കാര്യങ്ങളിലൊക്കെ നമുക്ക് കടക്കാണ്. ഇത് നമ്മൾ രാജിവെച്ചാ ജോലി? രാജിലെ തുടങ്ങിയത് അല്ല, എനിക്ക് അത്ര ഉള്ളായിരുന്നു. ഞാൻ സ്കൂളില് ടീച്ചറായിട്ട് പോവായിരുന്നു, LKG UKG. അപ്പോഴ് ഇത്രേ ഉള്ളൂ. അതായത് എന്തുവായിരുന്നത്, നമ്മുടെ അവിടെ ഒരു ടീച്ചർ പോയി. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ എന്നെ കയറ്റിയത് ആ വേക്കൻസിക്ക്. അപ്പോഴ് ഇത് ഇത്ര ഉള്ളെന്ന് പറഞ്ഞ് ആ ഒരു 3 മാസത്തെ ഉള്ളായിരുന്നു. 2024 ഡിസംബർ ഇത്രാം ദിവസം വരെ ഉള്ളൂ. അത്രേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്ത്? അത് കഴിഞ്ഞിട്ട് ഇനി മാർച്ച് വരെ കാത്തിരിക്കണം. അടുത്ത സ്കൂളിൽ കയറണമെങ്കിൽ അപേക്ഷ കൊടുക്കണ്ടേ? അപ്പൊ അത് അത്രയും നാൾ എന്ത് ചെയ്യും? അത്രയും നേരം ഞങ്ങൾ ഇവിടെ ഇങ്ങോട്ട്. അതെങ്ങനെയാണ്? അത്രയും ഗ്യാപ്പിന് ഇവിടെ വന്നിട്ട് പൈസ ഉണ്ടാക്കാനല്ലേ? അവളെ ഭർത്താവ് എന്ത് ചെയ്യുന്നു? പെയിന്റിങ്ങിന്റെ ജോലി. പെയിന്റിങ്ങിന്റെ. ഇപ്പൊ എങ്ങനെ, എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? ഇതിപ്പം ഞാനില്ല, നീ ഇല്ല കെട്ടി. 2020. നീയല്ലേ കെട്ടിയത്, പറഞ്ഞു കൊടുക്കാൻ. ഇതിപ്പോ 5ാമത്തെ വർഷം. 5ാമത്തെ വർഷം. നിങ്ങൾ പ്രേമിച്ചാണോ കല്യാണം കഴിച്ചത്? അയ്യോ, അതൊന്നും അല്ല. അതൊരു കഥയാ. അത് എന്നാലും ഒന്ന് പറ. ഞങ്ങൾക്ക് അതെ, കേൾക്കാൻ വേണ്ടിയല്ലേ, എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയല്ലേ. അത് ഞങ്ങള് വീട്ടിൽ നിന്നല്ല പഠിച്ചത്. എനിക്ക് ഒരു അനിയത്തി ഉണ്ട് കേട്ടോ. വീട്ടിൽ നിന്നല്ല പഠിച്ചത്. അച്ഛൻ നാട്ടിലില്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ അപ്പച്ചിയുടെയും അവിടെ നിന്നാ പഠിച്ചത്. അപ്പോഴ് നാട്ടില് കുറച്ച് അച്ഛൻ ലീവിന് വരുമ്പോഴാ വരുന്നത്. അങ്ങനെ വന്നപ്പോഴ് ടൂറിന് പോവാന്ന് പറഞ്ഞ് അച്ഛനും ഞങ്ങള് ഒത്തിരി പേരുണ്ട്. അച്ഛൻ വന്നപ്പോ ടൂറിന് പോവാന്ന് പറഞ്ഞു. അച്ഛൻ വന്നപ്പോ ഊട്ടിയിലേക്കാണോ? ഇല്ല. അല്ല, മോളെ എവിടെയാണ് ടൂറിന് പോയത്? ടൂറെന്ന് പറയാക്കത്തില്ല, അമ്പലങ്ങളും പള്ളികളും ഒക്കെ ആയിട്ട്.
ഒരു തീർത്ഥയാത്ര. ആ അങ്ങനെ വേണമെങ്കിൽ. എന്നിട്ട്? പക്ഷെ ഞങ്ങൾക്കത് ടൂറായിരുന്നു, ഞങ്ങൾ ആദ്യമായിട്ട് പോവുകയാണല്ലോ. ഓക്കെ, എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്നിട്ട് എവിടെ എത്തിപ്പെടാ, എവിടോ ഒരു അമ്പലത്തിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വന്നപ്പോഴ് അവിടെ ഒരമ്മ എന്റെ കൈ നോക്കിയിട്ട് പറഞ്ഞ് 22 വയസ്സ് കഴിഞ്ഞാ പിന്നെ കല്യാണം ഇല്ലെന്ന്. അമ്മ നേരെ നാട്ടിൽ വന്ന ഒരു ജോത്സ്യനെ കണ്ട് അപ്പൊ കല്യാണം ഉറപ്പിച്ച് 22 വയസ്സ് 3 മാസം തികയി. 22 വയസ്സ് 3 മാസമേ ഉള്ളൂ. അപ്പോഴേം കെട്ടിച്ചു വിട്ടു. ആ നാടകയിലിരുന്ന അമ്മയാണ് സംഭവം കലക്കിയത്, പറ്റിച്ചത്. അല്ല, ഞാൻ ചോദിക്കണത് വിനയകുമാറായിട്ട് പ്രേമം അല്ലായിരുന്നല്ലോ, അറേഞ്ച്ഡ് അല്ലായിരുന്നു, അറേഞ്ച്ഡ് മാരേജ് അല്ലായിരുന്നു? അതിന് ഞാൻ കണ്ടിട്ടില്ലല്ലോ, കല്യാണത്തിന് തലേന്നാ ഞാൻ കാണുന്നത്. അല്ലല്ല അറേഞ്ച്ഡ് മാരേജ്. അല്ല, അപ്പൊ ഹസ്ബൻഡ് വീട്ടിൽ വന്ന് പെണ്ണ് കണ്ടില്ലേ? ഹസ്ബൻഡ് വന്നില്ല, ഹസ്ബൻഡിന്റെ അമ്മ, ചേട്ടൻ, അങ്ങനെ ഒത്തിരി ആരങ്ങാണ്ടൊക്കെ വന്നു. നിങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല? കല്യാണത്തിന് തലേന്നുണ്ട് ഒരു പെണ്ണ് കാണൽ എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ടല്ലോ, വീഡിയോ കോൾ ചെയ്ത് കാണിച്ച്. അല്ല മോളെ, ഈ പെണ്ണ് കാണൽ എന്ന് പറഞ്ഞ ചടങ്ങുണ്ടല്ലോ, അതാ അതിന് അവരുടെ വീട്ടിൽ നിന്ന് ആരങ്ങാണ്ടൊക്കെ വന്ന് ചേട്ടൻ വീഡിയോ കോൾ. ചേട്ടൻ എവിടെയായിരുന്നു? ആ കൊച്ച് എവിടെ നമുക്കറിയാവോ എവിടെയായിരുന്നു? ആ കൊച്ച് UK-ലായിരുന്നു, ഹൗസ് കീപ്പിന്റെ ജോലിക്ക് പോയിക്കായിരുന്നു. അപ്പൊ അത് കണ്ടിട്ടാണ് അച്ഛൻ പിന്നെ 22 വയസ്സാലും കെട്ടിച്ച് വിടാറെന്ന് കരുതിയത്. നാട്ടിലുണ്ടായിരുന്നില്ല അല്ലേ, UK-ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീഡിയോ കോൾ ചെയ്തല്ലേ? വീഡിയോ കോൾ കാണിച്ചു. വീഡിയോ കോൾ ചെയ്തപ്പോ ആദ്യത്തെ എന്തായിരുന്നു? ഇതായിരുന്നു എന്റെ ഹസ്ബൻഡ്, ഇതാണോ, ഇങ്ങനെയാണോ? നമ്മൾക്ക് ഒരു ഇതുണ്ടാവുമല്ലോ, സങ്കല്പം ഉണ്ടാവുമല്ലോ. മോളുടെ സങ്കല്പത്തിൽ ഒരാളായിരുന്നു വീഡിയോ കോൾ കണ്ടപ്പോ? അങ്ങനൊക്കെ ചോദിച്ചു. ഇത്ര ഉള്ളായിരുന്നു ഞാൻ. അല്ല, എന്നാലും ഒരു ഫേസ് കാണുമ്പോ അറിയാലോ ഇത്ര അടി താഴേക്ക് ഉണ്ടാവും എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഇത്രയും കാണുമ്പോ അറിയാൻ പറ്റുള്ളൂ താഴേക്ക് എങ്ങനെ ഉണ്ടാവും. അയ്യോ അല്ല, അതുകൊണ്ട് ചേട്ടനൊക്കെ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കസറിക്കത്തിരിക്കുക, ഇങ്ങനെ കറങ്ങും, മാത്രമേ കണ്ടുള്ളൂ. ഓക്കെ ഓക്കെ, ഇനി അടുത്ത ആളിലേക്ക് പോവാം നമുക്ക്, സെന്ററിലേക്ക്. മോളുടെ പേരെന്താണ്? ദൃശ്യ. സ്ഥലം? കൊട്ടാരക്കര. തന്നെ. എന്ത് ചെയ്യുന്നു? അങ്ങനൊന്നുമില്ല, വെറുതെ ഇരിക്കും. കല്യാണം കഴിഞ്ഞാണോ? ഭർത്താവിന്റെ പേര്? ശരത്ത്. എന്ത് ചെയ്യുന്നു? വർക്ക്ഷോപ്പ്. എന്ത് വർക്ക്ഷോപ്പാണ്? 2 വീലർ. ഓക്കെ. അത് പ്രേമ വിവാഹമാണോ അതോ? പ്രേമം ആയിരുന്നു. ഇവിടെ പെരുമ്പാ ഒരു കിറ്റക്സിലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഒരു കൂട്ടുകാരിയുടെ എനിക്ക് ആ നമ്പർ കിട്ടിയത്. അപ്പൊ ഞാൻ അവിടെ ഫോണിൽ നിന്ന് എന്നെ വിളിച്ചു. അപ്പൊ ആ അണ്ണൻ ചെറിയ ആക്സിഡന്റ് ആയി. അപ്പൊ വിശേഷം അറിയാൻ വിളിച്ചതാ. അല്ല, ഞാൻ അതിക്ക് മുൻപേ നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? പിന്നെ എന്തിനാ വിശേഷം അറിയണത്? ചുമ്മാ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഒരു പരിചയമില്ലാത്ത ഒരാളുടെ വിശേഷം വിളിച്ചത്. ഒരാള് എവിടെയോ ആക്സിഡന്റിൽ കിടക്കുന്നു, അയാളുടെ വിവരം അറിയാൻ ചുമ്മാ വിളിച്ചേക്കാം. കൂട്ടുകാരിയുടെ ബന്ധുവല്ലേ? ബന്ധുവാ. അപ്പൊ ആ ഒരു സ്നേഹത്തിന്റെ പേര് വിളിച്ചു, ഒരു സഹതാപത്തിന്റെ പുറത്ത് വിളിച്ചതാ. വിളിച്ചിട്ട് എന്തുണ്ടായിരുന്നു? നമ്മൾ അറിയാത്ത ഒരാളാണല്ലോ. ആ ഒരു അഭിസംബോധന ഉണ്ടല്ലോ വിളിക്കുമ്പോ, നമ്മളറിയില്ല, പുള്ളിക്കും അറിയില്ല, നമുക്കും അറിയില്ല. ആ ഒരു വിളി എങ്ങനെയായിരുന്നു? ഞാൻ 2 വട്ടം അങ്ങോട്ട് വിളിച്ച്, അപ്പൊ കട്ടാക്കി കളഞ്ഞ. ഞാൻ വേറൊരു നമ്പർ ഇത് വിളിച്ച്. ചേടാ വിടൂലല്ലേ? എടുത്തു. എന്താ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ അല്ലേ? വിളിച്ചോ. എന്നിട്ട് വിളിച്ചിട്ട് 3 മാസത്തെ പരിചയം ഉള്ളായിരുന്നു. അങ്ങനെ പിന്നെ ഞാനിവിടെ കിറ്റക്സിലാണ് വർക്ക് ചെയ്തേ. അപ്പൊ കൊട്ടാരക്കര തുണി മേടിക്കാൻ പോയതാ. അപ്പൊ തിരിച്ചു വന്നപ്പോഴത്തേക്ക് സമയം അല്ലെന്ന്, തിരിച്ച് ലീവിന് പോയിട്ട് തിരിച്ചു വരാൻ തുണിയൊക്കെ മേടിക്കാൻ പോയതാ കുറച്ച്. അപ്പൊ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് സമയം പോയി. അപ്പൊ പിന്നെ ഞാൻ അഴിഞ്ഞു പോയി. എവിടെ പോയി? ഞങ്ങൾ ഒരുമിച്ചാ തുണിയൊക്കെ മേടിക്കാൻ പോയത്. അപ്പൊ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പായി ഒരൊറ്റ കോളിലല്ലേ? ജീവിതം മാറി. ഇപ്പൊ മക്കളൊക്കെ ഉണ്ടാ? ഒരു മോളുണ്ട്. മോള് എന്ത് ചെയ്യണ്? മോള് പഠിക്കുവോ? 1ാം ക്ലാസ്സിൽ. പേരെന്താണ്? ശ്രേയ. ഈ ചേട്ടന് ഹസ്ബൻഡിന് ഇഷ്ടമാണോ അങ്ങനെ പരിപാടിക്കൊക്കെ വരുന്നത്? അത് എന്റെ ഇഷ്ടമാ. ചേട്ടന്റെ ഇഷ്ടം നോക്കൂല? അങ്ങനൊന്നുമില്ല, പോണെങ്കിൽ പൊക്കോളം പറയും. ആണല്ലേ? അല്ല, ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടാ? പറഞ്ഞ വണ്ടിക്കൂലി മേടിച്ചിട്ട് പോരുന്നു. നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. മോളുടെ പേര് പറ. എന്റെ പേര് ഹേമ. അടിപൊളി. കൊട്ടാരക്കര തന്നെ. ഓ ശരി. കല്യാണം കഴിച്ചാണോ? ഒരു കൊച്ചുണ്ട്. എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട്? 4 വർഷം. 4 വർഷം. മോളാണോ മോനാണോ? മോന്റെ പേരെന്താണ്? ധ്രുവദേവ്. ഭർത്താവിന്റെ പേര്? ദേവൻ. അതും പ്രണയമായിരുന്നോ? എത്ര വർഷം പ്രണയിച്ചതിന് ശേഷമാണ് കല്യാണം? 1 വർഷം ആയില്ല, എത്ര മാസങ്ങള്. നിങ്ങൾ എങ്ങനെയാണ് പരിചയപ്പെട്ടപ്പോ?
ഞങ്ങള് ഫ്രീ ഫയർ കളിക്കുമായിരുന്നു. ഫ്രീ മനസ്സിലായില്ല. മനസ്സിലായില്ല. ഫ്രീ ഫയർ എന്ന് വെച്ചാല് മറ്റേ ആ അത് തീ കണ്ടുള്ള കളിയാ? ഓക്കെ. അത് അതിനെങ്ങനെ പരിചയപ്പെടും? ഫ്രീ ഫയർ അല്ല, ഇങ്ങനെ മറ്റേ അവിടെ അപ്പുറത്ത് കേറി വരും അല്ലേ? മൈക്ക് ഓൺ ആക്കാൻ പറ്റുമല്ലോ. ആ ഓക്കെ. ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്ത് ഓക്കെ. നമ്മളിങ്ങനെ പിടിക്കടോ അടോ എന്നൊക്കെ പറഞ്ഞല്ലേ? ഈ സമയത്ത് എങ്ങനെ വലയില് എങ്ങനെ പിടിക്കും? എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ അങ്ങനെ പറയും. അതിന് ഞാൻ പറഞ്ഞില്ല, വേറൊരു ചേച്ചിയാ ഇഷ്ടം എന്ന് പറഞ്ഞേ. അപ്പൊ ഞാൻ പുള്ളിക്കാരത്തിന്റെ കൂടെ ചുമ്മാ അവരുടെ ആ ചെറുക്കനെ കാണാൻ പോയതാ, ആ ചേച്ചിയുടെ ചെറുക്കനെ കാണാൻ പോയതാ. പറഞ്ഞു ഇന്ന TBQ അല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ആന്ന് പറഞ്ഞപ്പോ പറഞ്ഞ പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞ എനിക്ക് ഇഷ്ടമാ അങ്ങനൊക്കെ പറഞ്ഞങ്ങ് പോയി. അപ്പൊ മോളിപ്പോ നിലവില് എന്താ ചെയ്യണത്? ഞാൻ കഴിഞ്ഞ മാസം ക്ലീനിങ് സ്റ്റാഫായിട്ട് അല്ല 2-3 മാസം മുമ്പ് ക്ലീനിങ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. കഴിഞ്ഞ വിജയാസില് കൊട്ടാരക്കര വിജയാസ് ഹോസ്പിറ്റലില്. ഹോസ്പിറ്റല് അല്ലേ? കഴിഞ്ഞ മാസം ഒരു എത്ര ശമ്പളം കിട്ടിയപ്പോ ഞാൻ ഇറങ്ങി. ശമ്പളം കിട്ടിയപ്പോ ഇറങ്ങിയല്ലേ? സാധാരണ ശമ്പളം കിട്ടാതിരിക്കുമ്പോഴാണ് അവിടെ തന്നെ ഇരിക്കുമല്ലേ? പുള്ളിയോട് പറഞ്ഞിട്ടാണോ ഇങ്ങോട്ട് വന്നത്? പറഞ്ഞിരുന്നു. അപ്പൊ സമ്മതമാണ് വരാൻ? ഇവിടെ വരാനുള്ള എന്താണ് നിങ്ങള് അത്? ഇവിടെ വരണം, ഇവിടെ വന്ന് നിങ്ങൾ 3 പേരും കൂടി എങ്ങനെ സ്കിറ്റ് കളിക്കണമെന്നൊക്കെ അതെങ്ങനെ വന്നത് നിങ്ങളുടെ 3 പേരുടെ മനസ്സിൽ? ചേച്ചി പറയട്ടെ, തല മൊത്തരിക്കുമ്പോ ഞാൻ പറയരുതല്ലോ. ചേച്ചി പറ. ചേച്ചി പറ. ഞാൻ വരാൻ കാരണം ഞങ്ങളുടെ വീട്ടിൽ കോമഡി എടുത്തോളൂ, കോമഡി മാത്രമേ ഇടുള്ളൂ. അതൊന്ന്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എനിക്ക് മൊബൈൽ വാങ്ങിച്ചു തന്നത്. അപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കയറി റീൽസ് ഒക്കെ ഇങ്ങനെ ചെയ്ത് തന്നപ്പം ആൾക്കാർ കളിയാക്കാൻ തുടങ്ങി. ഞാൻ അങ്ങോട്ട് നടന്നു പോകുമ്പോ ദേ നടി പോന്നു പറയും. അല്ല അപ്പൊ ഒരു വാശിയായി അല്ലേ? അത് കളിയാക്കലല്ല, അതല്ല സംഭവം. അപ്പോഴെ എന്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ എന്റെ കൂടെ ഉള്ളൊരു ചേച്ചി മഴവിൽ ചാനലില് അവിടെ പോയിട്ടുണ്ട്, അവിടെ ഉണ്ട്, ഇപ്പഴും അവിടെ നിൽക്കുക. അപ്പൊ ആ ചേച്ചിയുടെ ഒരു എന്താ പറയണ ഒരു മോട്ടിവേഷൻ അങ്ങനൊക്കെ ഓൾറെഡി എന്റെ മനസ്സിലുണ്ടായിരുന്നല്ലോ. കാര്യം പറയട്ടെ, ദേ നടി പോണ് എന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോൾ എന്നാ പിന്നെ നടിയാക്കി ആയിട്ട് കാണിച്ചു തരാടാ അല്ലെങ്കിൽ കാണിച്ചു തരാടി എന്നൊരു മനസ്സിലുണ്ടായിരുന്നില്ലേ? ഇല്ല ഇല്ല, നടിയാവാനും വെറുതെ ഇങ്ങനെ ഒരാൾ നടിയാക്കത്തില്ല. നമുക്ക് കഴിവാണ് വേണ്ടത്, അത് നിങ്ങൾക്ക്. ഞങ്ങളെല്ലാവരും ഒക്കെ നടനേക്കല്ലേ, ഞങ്ങളൊക്കെ അഭിനയിക്കണല്ലേ, ഞങ്ങൾക്കൊക്കെ വലിയ ഇതുണ്ടാ? അല്ല, നമ്മള് നടിമാരൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അതിന്റെ ഇടയ്ക്കൊക്കെ നടിമാരൊക്കെ കണ്ട ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്തായാലും ഗംഭീരം എന്നിട്ടാ നിങ്ങള് ഉഗ്ര സ്കിറ്റായിരുന്നു നിങ്ങളാ. എനിക്ക് ഞാൻ നമുക്ക് ചേട്ടന്മാരോട് ചോദിക്കാം. ഇക്ക പറ. ഇവരെ നല്ല സ്കിറ്റായിരുന്നു കേട്ടോ, നല്ല സ്കിറ്റുകാരൻ. നിങ്ങൾ ഫസ്റ്റ് ടൈം ആദ്യമായിട്ടാണ് ഇങ്ങനെ വലിയൊരു വേദിയിൽ കയറുന്നത്. ആ ഒരു ഒരു ഇച്ചിരി ഭയം മാത്രമേ നിങ്ങളുടെ ഉള്ളിലുള്ളൂ. പക്ഷേ നിങ്ങൾ ഉള്ളത് നല്ല വൃത്തിയായിട്ട് നല്ല രസമുണ്ടായിരുന്നു നിങ്ങളുടെ ഡയലോഗ് പ്രസൻറ്റേഷൻ കാര്യങ്ങളൊക്കെ. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടെ ഒന്ന് പഠിച്ചെടുത്താൽ നിങ്ങൾ ഗംഭീര ആർട്ടിസ്റ്റ് ആകും. അതിൽ 100% ഉറപ്പാണ്. നിങ്ങൾ ഗംഭീര ആർട്ടിസ്റ്റ് ആകാനുള്ള കുറച്ചുകൂടെയൊക്കെ എന്തൊക്കെയാണ് ഇവിടെ വേണ്ടതെന്നൊക്കെ ഉള്ളത് നിങ്ങൾ പഠിച്ച് ഇപ്പോൾ ആദ്യത്തെ സ്റ്റേജല്ലേ ആയുള്ളൂ. ഇനി മുമ്പോട്ട് ഇനി കുറേ നാളിവിടെ ഉണ്ടാവുമല്ലോ, നമ്മുടെ കൂടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാം ഇവിടെ നിന്ന് പഠിച്ച് നല്ല വൃത്തിയുള്ള 3 ആർട്ടിസ്റ്റുകളായിട്ട് നിങ്ങൾ മാറും. കുഴപ്പമില്ലായിരുന്നു. ആദ്യത്തേതായ ചെറിയ പോരായ്മകളൊക്കെ ഉള്ളൂ, അതൊക്കെ മാറ്റിയെടുക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് പ്രസാദ് ചേട്ടനോട് കൂടി ചോദിക്കാം. പ്രസാദ് ചേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഈ സകലകല എന്ന് പറഞ്ഞിട്ട് വല്ലഭി എന്നുള്ളത് കിട്ടാതെ വന്നിട്ട് കൈനിട്ടതാണോ നിങ്ങൾ? കൈനിട്ടതാണ്. അത് കൊള്ളാം, അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. സകലകല വല്ലഭി എന്ന് പറയാൻ കിട്ടാതെ അവിടെ തെറ്റിക്കാതെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാന്ന് പറഞ്ഞാൽ നല്ലൊരു കഴിവാണ് കേട്ടത്. പിന്നെ നിങ്ങൾ തമ്മിലുള്ള ആ മർമറിങ് ഉണ്ടല്ലോ, രണ്ടുപേരും കൂടി ഇരുന്ന് ഇങ്ങനെ കുനുകുണാ പറയണത്, നല്ല ലൈഫായിരുന്നു ആ പറയണത്. സാധാരണ പോലെ അഭിനയമൊന്നുമില്ല, വെറുതെ കുണുകുണാന്നിരുന്ന് പറയുന്നത് നല്ല ലൈഫാണ്. സാധാരണ അങ്ങനത്തെ ഒരു ലൈഫാണ്. സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ ഭയങ്കര ആക്ടിങ് ഒക്കെ ആയിരിക്കും. ആക്ടിങ് ഒന്നും ചെയ്യാതെ നിങ്ങൾ നല്ല ലൈഫായിട്ട് ചെയ്തു. ക്ലൈമാക്സ് മാത്രം കുറച്ചുകൂടെയൊക്കെ നന്നാക്കണമായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, എന്നാലും ഒന്ന് തെറ്റില്ലാതെ ചെയ്തു. ഓക്കെ കേട്ടോ, ഓൾ ദ ബെസ്റ്റ്. മക്കളെ, നല്ല ഐറ്റം ആയിരുന്നട്ടാ, നല്ല സ്കിറ്റായിരുന്നു. കാരണം ഞാൻ ആദ്യം പറഞ്ഞ കൂട്ട് എൻ്റെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു സ്കിറ്റ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് അത് മോശമാക്കിയിട്ടല്ല, അത്രയ്ക്ക് നല്ലതായിരുന്നു. നിങ്ങളിലാവുന്നത് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനകത്തുണ്ടാവുന്ന തമാശകൾ, നിങ്ങൾക്കുണ്ടായ ചെറിയ തെറ്റുകൾ ഭയങ്കര രസമായിരുന്നു. നിങ്ങളായിട്ട് ചാറ്റ് ചെയ്യുമ്പോൾ എന്ത് രസമാണ്. നിങ്ങളേതായിട്ടുള്ള ആ ഒരു ഭാഷയിലും ലാംഗ്വേജിലും അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ആ ഒരു സ്ലാങ്ങിലൊക്കെ നിങ്ങൾ സംസാരിക്കുമ്പോൾ അത് ജനങ്ങൾക്കും ഇഷ്ടമാണ്, നമ്മൾക്കും ഇഷ്ടമാണത്. ഞാനൊരു കാര്യം പറയാം, നിങ്ങളിവിടെ സ്ഥിരമായിട്ട് ഉറപ്പായിട്ട് നിങ്ങളുണ്ടാവും. അത്രയ്ക്ക് നല്ല 3 ആർട്ടിസ്റ്റുകളാണ് നിങ്ങൾ കേട്ടാ. പിന്നെ നിങ്ങൾ ഒരു 5-10 സ്കിറ്റ് കഴിയുമ്പോൾ ഇന്ന് ഈ കളിച്ച സ്കിറ്റും ആ സ്കിറ്റും കൂടി ഞങ്ങളിവിടെ കാണിക്കും. അപ്പം നിങ്ങൾക്ക് എന്തോരം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായെന്നുള്ളത് അപ്പം അറിയാൻ പറ്റും. ഒരു 3-4 സ്കിറ്റ് കഴിയുമ്പോൾ നിങ്ങളെ പിടിച്ചാൽ കിട്ടൂല, വേണമെങ്കിൽ കണ്ടോ, അത്രയ്ക്ക് മനോഹരമായിട്ട് നിങ്ങൾ കളിക്കും.
അപ്പൊ ഇപ്പോഴത്തെ പൈസയും കാര്യങ്ങളൊന്നും നോക്കണ്ട. അടുത്ത പ്രാവശ്യം വരുമ്പോൾ കുറച്ചും കൂടി നല്ല ഗ്രാൻഡായിട്ട്, അതായത് ഇത് മോശമൊന്നുമല്ല, നിങ്ങൾ ഇപ്പൊ ചെയ്ത പോലെ തന്നെ അങ്ങോട്ട് മര്യാദക്കൊന്ന് കളിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഗംഭീരമാക്കണം. ഇവിടുത്തെ സ്ഥിരം ആളുകളാണ് നിങ്ങൾ. ഇനി മാർക്കിലേക്ക് പോകാല്ലേ? നമുക്ക് ഇന്നത്തെ ഇത് മാർക്കായിട്ട് കാണണ്ട, ഇതൊരു പ്രോത്സാഹനമാണ്, ഒരു പ്രോത്സാഹന സമ്മാനമാണ് കേട്ടോ നിങ്ങൾക്ക് 3 പേർ കൂടെ ഉള്ളത്. അതെ അതെ അതെ. അപ്പൊ ആദ്യത്തെ ഞാൻ അങ്ങോട്ട് കൊടുക്കാം. ഞാനൊരു നിഷ്കളങ്കരായ 3 പേർക്ക് ഒരു 7000 രൂപ അങ്ങോട്ട് തരികയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാനും ഒട്ടും കുറക്കണില്ല, ഞാനും 7000 രൂപ. അപ്പൊ എത്ര 7 14,000 രൂപ ഇപ്പൊ അക്കൗണ്ടിൽ കയറിയിരിക്കുകയാണ്. ഓക്കെ, പ്രസാദ് ഏട്ടൻ തരും. അപ്പൊ ഞാൻ അവിടെ തരും, അറിയാലോ അല്ലേ? ദേ, അവിടെ ബാക്കിലോട്ട് നോക്കിയോ. 25,000 രൂപ. നടുക്കുന്ന് പ്രാർത്ഥിച്ചത് എന്താണ്? ഇങ്ങനെ പൈസ പറഞ്ഞപ്പോ ഇങ്ങനെ അതെന്താ പ്രാർത്ഥിച്ചത്? കൂടുതൽ വരണമെന്നാണോ? അല്ല, ആ ഇവിടെ നിന്ന് കിട്ടുന്ന ആദ്യത്തെ പൈസ ഇല്ലേ, അതുകൊണ്ടായിരിക്കും. ഓ കൊടുത്ത വഴിക്ക് കൊടുക്കണം. പക്ഷെ നിങ്ങൾ ആ ജോലി കിട്ടിയപ്പോ ശമ്പളം വാങ്ങിച്ച് അന്ന് പണി നിർത്തിയ പോലെ ഇത് നിർത്തരുത് അതെ കേട്ടോ. അല്ല ഇങ്ങനെ ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കണം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഇവിടെ നിന്നുണ്ടാവും. ഓക്കെ, എന്തായാലും ആദ്യമായിട്ട് കയറുന്ന സ്റ്റേജിൽ നിന്ന് 25,000 രൂപ കിട്ടിയപ്പോൾ അതിനെക്കുറിച്ച് 2 വാക്ക് സംസാരിച്ചിട്ടുണ്ട്. അതെ, ഇത് കിട്ടിയിട്ട് വേണം വണ്ടിക്കൂലി മേടിച്ച് പൈസ കൊടുക്കാൻ. ഞങ്ങൾ കടവ് മേടിച്ചിട്ടാ വന്ന ഇങ്ങോട്ട്. അതെ അതെ. അല്ല അപ്പൊ എനിക്ക് തോന്നണേ ഇവര് രണ്ടുപേരും പറഞ്ഞില്ല, നടുക്കുന്ന ആള് മാത്രമേ പറഞ്ഞുള്ളൂ പൈസ തിരിച്ചു കൊടുക്കണമെന്ന്. ഇവര് എന്താ ചെയ്യേണ്ടത്? അത് മാത്രമല്ല, ഞങ്ങൾ തോട്ടപ്പയർ പറിച്ചു കൊടുത്തിട്ടാ ഇങ്ങോട്ട് വന്നേക്കുന്ന ഇവിടെ വരാന്. തോട്ടപ്പയറ് ഉണക്കി കൊടുത്ത് ആ പൈസയും കൊണ്ട് ഞങ്ങൾ ഇവിടെ വരാനിരുന്നതാ. ഓ ഓ ഓ. അപ്പോഴാ പെട്ടെന്ന് വിളിച്ചത്. പയർ അവിടെ ഇരിക്കുന്നേ ഉള്ളു, ചെന്നിട്ട് വേണം വൃത്തിയാകാൻ. നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ തോട്ടത്തിൽ വല്ല ഈ പയർ തപ്പിയായിരുന്നോ? സമയം കിട്ടിയില്ല, താഴുണ്ട്. അല്ല ഇവര് രണ്ടുപേരും പറഞ്ഞില്ലേ പൈസ കൊണ്ട് എന്താ ചെയ്യണെന്നുള്ളത്? എന്നെ ഈ ചേച്ചി കൊണ്ടുവന്ന് ഇജക്കന്നെ കൊടുത്താൽ മതി പൈസ. അല്ല നിങ്ങൾക്ക് എന്തായാലും അതിന്റെ ഒരു വിഹിതം കിട്ടുമല്ലോ, അപ്പൊ അത് എന്ത് ചെയ്യുമെന്നാ ചോദിച്ചത്. അതോ ഈ ചേച്ചിക്ക് കൊടുക്കണം ആദ്യം പൈസ. ബാക്കി 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 നല്ല പൈസ ഉണ്ട്. ഇവർക്ക് തന്നെ കൊടുക്കണം, കുറച്ച് തോനെ കൊടുക്കണ്ട്. ഇങ്ങോട്ട് ഫുഡൊക്കെ വാങ്ങിച്ചെന്ന് ഇവരല്ലയോ. ഓ ഫുഡും കാര്യങ്ങളും ചെലവൊക്കെ ഉണ്ടായിരുന്നില്ല അല്ലേ? ഇവരെന്നാ എന്നെ കൊണ്ടുവന്നതല്ല ഇവരെ. ഓക്കെ, ഇയാളും അങ്ങനെ തന്നെയാണോ? എനിക്ക് എന്തോ ചെയ്യണമെന്ന് ഐഡിയ ഇല്ലെന്നേ. എന്ത് ചെയ്യും? അല്ല ഞാൻ അവിടെ കൊണ്ടുപോയാലേ ആർക്കും വേണ്ട, കാരണം എല്ലാവർക്കും ജോലിയുണ്ട്. എന്നാലും കെട്ടിയോൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ടേ? കെട്ടിയോൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ടേ ഹസ്ബൻഡിന്? ഇതുവരെ അതിനെ പറ്റി ചിന്തിച്ചില്ല, എന്ത് ചെയ്യണമെന്ന് അറിയാൻ ഞങ്ങൾ അതിനെ തൊട്ടിട് കാര്യമില്ല. അല്ല അതങ്ങനെ, അല്ല അത് ശരിയാക്കി ചിലപ്പോ ഒന്നിച്ചിട്ട് കഴിഞ്ഞാല് നന്നായിരിക്കും അല്ലേ? അത് നല്ല ഐഡിയ ഇല്ലേ? എന്റെ അക്കൗണ്ട് ഇട്ടാ മതി. അതിന് തീരുമാനം ഇനി പുറത്തു പോയിട്ട് ഉണ്ടാക്കിയാൽ മതി. എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോ ഇതിലും എനിക്ക് തോന്നുന്നത് ഇവിടെ 25 അല്ല 25 ഉണ്ട്, 50 ഉണ്ട്, 75 ഉണ്ട്, 1 ലക്ഷം ഉണ്ട്, 1.30 ഉണ്ട്, അങ്ങനെ അങ്ങോട്ട് പോകും. നമുക്കിതിൽ താഴെ ഇറങ്ങരുത്. ഇനി 25 താഴെ ഇറങ്ങരുത്, മുകളിലേക്ക് മാത്രം വേണം കേട്ടോ. ഒരു 75 ഭാഗമായിട്ട് വരണം കേട്ടോ, സിൽവർ അടിക്കാനുള്ള പാകത്തിന് വരണം. ഓക്കെ, അപ്പൊ ഓൾ ദ ബെസ്റ്റ്. 3 പേർക്കും ഓക്കെ. നസീർക്ക, പ്രസാദേട്ടാ, നമ്മുടെ നാട്ടിലെ കോമഡിക്കാരെന്ന് പറഞ്ഞത് അറിയാലോ, ലെവല് വേറെ ലെവലായിട്ട് മാറിയിരിക്കുകയാണ്. അതെ, ഇന്നൊരു സ്പെഷ്യൽ ടീം കൂടെ വരുന്നുണ്ട്. അതാരാണ്? ഒരു കൊച്ചു കാന്താരി. കാന്താരി? കൂടെ ആരൊക്കെയാ? ഒരു ഫാമിലി, അച്ഛനും അമ്മയാണ് കൂടെ ഉള്ളത്. അച്ഛനും അമ്മനെയും തന്നെ എനിക്ക് വേണം കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ട് ആ കാന്താരിയുടെ പെർഫോമൻസ് ആണ് കാണേണ്ടത്. അപ്പൊ നമുക്ക് ആ ടീമിനെ വിളിക്കാം. ഓക്കെ. ശ്രേയ, ഷിജു ആൻഡ് രഞ്ജുഷ. ഓൾറെഡി എനിക്ക് സൗന്ദര്യമൊക്കെ ഉണ്ട്, എങ്കിലും ഇട്ടേക്കാം. ഇന്റർവ്യൂവിനൊക്കെ ഉള്ള ആൾക്കാർ വരുന്നല്ലേ. എന്റെ മോനെ, എന്റെ മേക്കപ്പ് ഇട്ട മോന്തുണ്ട് എനിക്ക് എന്നെ ചിരി വരുന്നു. പിന്നെ നാട്ടുകാരുടെ കാര്യം വല്ലതും പാരമ്പര്യമായിട്ട് കുറുകുറയാണ്, കുറുകുറയെന്ന് സൗന്ദര്യമാണ് എനിക്ക്. എന്തോ ചെയ്യാനാ, സൗന്ദര്യം ഒരു ശാപമാണോ? ചേച്ചിയെ നമസ്കാരം. വൈറലായിരിക്കല്ലേ? ധീര വനിതയാണല്ലേ? ഞാനേ മറ്റേ ആ ഒരു ചെറിയൊരു ചേച്ചിയുമായിട്ട് ഒരു ഇന്റർവ്യൂവിന്റെ കാര്യത്തിന് വേണ്ടി വന്ന ഒരു 4-5 ചോദ്യങ്ങൾ മാത്രമേ ഞാൻ ചോദിക്കുള്ളൂ. ചേച്ചി, ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ അപ്പുറത്തെ ആ കുളത്തിൽ ഒരു ചേച്ചി വീണില്ലായിരുന്നോ? അപ്പൊ അതിന്റെ ആ ചേച്ചിയെ രക്ഷപ്പെടുത്തിയ ചേച്ചിയല്ലേ? അപ്പൊ അതിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്ന. അപ്പൊ നമുക്ക് ചോദിച്ചാലോ?
എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മോടൊപ്പം ഈ പ്രദേശത്ത് തൊട്ടടുത്തൊരു കുളമുണ്ട്. ആ കുളത്തിലേക്ക് ഈ കഴിഞ്ഞൊരു ദിവസം ഒരു സ്ത്രീ വീണിരുന്നു. ആ സ്ത്രീയെ രക്ഷപ്പെടുത്താൻ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഒരു ലേഡിയാണ്. അപ്പോൾ ആ ലേഡിയോട് ചോദിക്കാം എന്താണ് അവിടെ നടന്ന സംഭവ വികാസങ്ങൾ, അതിൻ്റെ ചേതോ വികാരം എന്താണ് എന്നൊക്കെ ചോദിക്കാം. ചേച്ചി, അവിടെ ആ ചേച്ചി അങ്ങോട്ട് നടന്നു പോയ സമയത്താണല്ലോ ഈ ചേച്ചി കുളത്തിലേക്ക് വീഴുന്നത് കണ്ടത്. അപ്പോൾ ചേച്ചി അത് പെട്ടെന്ന് ധൈര്യം വരാൻ ചോദിക്കുമെന്ന് എനിക്കറിയത്തില്ല, എന്നെങ്കിലും പറയാം. അയില, ചൂര, മത്തി, ചാള ഈ 4 മീനും എന്റെ പോലും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞങ്ങൾക്ക് മീൻ ഇഷ്ടമില്ല, ഞങ്ങൾക്ക് ചിക്കനാണേ വിടുന്നത്. മോന് ചിക്കനാണോ അതോ മീനാണോ? അല്ല, എനിക്കിതെല്ലാം ഇഷ്ടമാണ്. പക്ഷെ ഞാൻ അതല്ല ചോദിച്ചേ. ഈ തച്ചോളി ഓതേനെ തക്കാളി അരിയൊന്നിട്ടും ധൈര്യം ഒന്നും വേണ്ട. ധൈര്യം വേണ്ടേ സവാള അരിയുമ്പോൾ അല്ലെങ്കിൽ കാര്യം നിങ്ങൾക്ക് അടുക്കള ഒന്നും കേളാവില്ല. അയ്യോ, അതല്ല ചേച്ചി. ഈ തച്ചോളി ഓതേനൻ, ഉണ്ണിയാർച്ച ഇവർക്കൊക്കെ ധൈര്യമുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ചേച്ചിക്ക് ധൈര്യമുണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചത്. ഇത് ചീട്ടുകളി പോലെയല്ല, സ്വന്തം ജീവിതം വെച്ചിട്ടുള്ള കളിയാണ്. അപ്പൊ ഈ ചേച്ചിയുടെ ഈ ഭക്ഷണ രീതികളൊക്കെ എങ്ങനെയാ ചേച്ചി? അതെല്ലാരും തന്നെ വായിക്കൂടെയാണ്. അതല്ല, ഇതിന്റെ റൊട്ടീൻ എങ്ങനെയാണ്? എന്തോന്ന് പുട്ടും മുട്ടയും തീർന്നിട്ടില്ല. മനസ്സിലായില്ലല്ലേ? ചുട്ട കപ്പയും മുളകും. ചോദിക്കുന്നില്ലേ? ചോദിക്കാം. ചേച്ചി, ഈ പല ആൾക്കാരും പല ഈ രസകരമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് ചിലർ ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്, ഡ്രോയിങ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ ചേച്ചിക്ക് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? പ്രേക്ഷകരെ പാടും. അങ്ങനെയല്ല, വില്ലേജ് പാടത്തില്ല, ചെറുതായിട്ട് മൂളും. എന്നാ ഒരു 2 വരി ഒന്ന് മൂളിക്കുക പ്രേക്ഷകർക്ക് വേണ്ടി. ഈ പെട്ടെന്നൊക്കെ പറഞ്ഞ ഈ കുളത്തിൽ ചാടുന്നത് അത്ര എളുപ്പമൊന്നും അല്ല. എന്നാലും ഒന്ന് പാടിക്കും. എങ്കിലും ശ്രമിക്കാം. ധീര 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 മനസ്സാകെ നിൻ സ്വരം ചീര രാജ ശൂര. എന്റെ പൊന്നെ, ചീരയുടെ കാഞ്ഞപ്പോളാ ഞാൻ അവിടെ ചീരത്തോരം വെച്ചിട്ട് അതിപ്പോ കരിഞ്ഞു കാണും. എന്നാ ചേച്ചി ഒരു 5 അത് പോയി നോക്കിയാ, ഞാനിത് പോസ്റ്റ് ചെയ്തോളാം. ഓ, കരിഞ്ഞു. നാളെ കുടുംബശ്രീ പെണ്ണുങ്ങളുടെ അടുത്ത് പോയി ഈ ഇന്റർവ്യൂവിന്റെ പേര് വേണ്ടി ഷോറക്കാനുള്ള ചീര നാളെ ആണെങ്കിലും കിട്ടും. പക്ഷെ ഇതൊക്കെ പറയുമ്പോ എന്റെ മുത്തശ്ശനെ ഓർമ്മ വരുവാ. മുത്തച്ഛൻ എന്താ ചീരപ്പുഴു വല്ല വരും? ചീരപ്പുഴു ഒന്നും അല്ല, എന്റെ മുത്തശ്ശന് ചീര ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനിപ്പോ വന്നപ്പോ മുതലേ ചേച്ചിയുടെ മുഖത്തൊക്കെ എന്തോ ഭംഗിയാണ് കാണാൻ, എന്ത് ക്യൂട്ട്നെസ് ആണ് കാണാൻ. എന്താണ് ഇതിന്റെ ഇത് ചെയ്യുന്നത്? എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടോ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കാൻ? രാവിലെ എണ്ണിട്ട് ഒരു ഗ്ലാസ് പാലെടുക്കും. ഒരു ഗ്ലാസ് പാൽ. അതിനകത്ത് കുറച്ച് കുങ്കുമപ്പൂ ഇടും, എന്നിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇടും, എന്നിട്ട് കുറച്ച് ഗിറ്റാർ വാഴ ഞാൻ ഇടും. അത് കറ്റാർ വാഴയല്ലേ? നിങ്ങൾക്ക് അത് വയലായിരിക്കുന്ന, എനിക്ക് ഗിറ്റാർ വാഴ. അതിടും. എന്നിട്ട് മിക്സ് ആക്കിയിട്ട് മോന്തയ്ക്കോട്ട് അങ്ങ് പേരട്ടും. അതാണ് എന്റെ സൗത്ത് ഇന്ത്യന്റെ രഹസ്യം. ഓക്കെ, പ്രേക്ഷകർ ശ്രദ്ധിച്ചോണം. ഇനി നിങ്ങൾക്ക് വേണ്ടി വേറെ ഒരു ചോദ്യം കൂടി ചോദിക്കാൻ പോണേ. ഈ മുടിയുടെ രഹസ്യം അതും പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുത്തേ. രാവിലെ എണ്ണീറ്റ് മുടി അങ്ങ് കെട്ടി വെക്കണം. എന്നിട്ട് ജോലിക്ക് വന്നിട്ട് ഞാൻ കെട്ടി തന്നെ വെക്കും. തിരിച്ചാണ്ട് നിങ്ങളെ പോലെ ആപ്പ ഷാമ്പൂ നല്ല യൂസ് ചെയ്യും, നല്ല റിച്ച് ഷാമ്പൂ ആണ്. എന്നിട്ട് അത് വെച്ചിട്ട് തേച്ചൊരച്ച് ഞാൻ കഴുകും. കഴുകിയതിന് ശേഷം ഞാൻ ഉണക്കും, മുടി അങ്ങ് ഉണക്കും. എന്നിട്ട് അങ്ങ് കുറച്ച് സുഗന്ധവ്യഞ്ജനാക്കിട്ട് അങ്ങ് പുകയ്ക്കും. സുഗന്ധദ്രവ്യമല്ലേ? അതിട്ട് അങ്ങ് പുകയ്ക്കും. പുകച്ചതിന് ശേഷം കിടക്കാൻ നേരത്ത് ഇതങ്ങ് ഊരി ആണി തൂക്കി വെച്ചിട്ട് അങ്ങ് കിടക്കും. അപ്പൊ ഇത് വിഗായിരുന്നു ചേച്ചി? അങ്ങനൊക്കെ പറയാം. ഒരു ബ്രേക്ക് എടുത്താലോ? ചേച്ചിക്ക് വേണ്ടി ഒരു ബ്രേക്ക്, ഒരു ഷോർട്ട് ബ്രേക്ക്. കുടിക്കാൻ ചായയോ കാപ്പിയോ? ഹോൾസ് ആയിക്കോട്ടെ. നീ ഇവിടെ കൊണ്ടുവച്ചിരുന്ന ഹോൾസ് ഞാൻ പോലും കടയിൽ തൂക്കിയിട്ടിരിക്കുന്ന കാണാൻ. അപ്പളാ അവന്റെ ഒരു ക്വാളിറ്റി. കിട്ടുന്നാലേ കുടിച്ചിട്ട് പോവാനുള്ളതിന് ക്വാളിറ്റി കൂച്ചു. ഞാൻ കിട്ടുന്നാലേ എടുത്തോണ്ട് വരാം. ആരാ? ഇതിനു മുമ്പ് ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടില്ല, അതുകൊണ്ട് കണ്ടിട്ടില്ല. അത് ചോദിക്കാൻ നിങ്ങളാരാണെന്നേ? ഞാൻ കല. പലതരം കലം കണ്ടിട്ടുണ്ട്, സംസാരിക്കുന്ന കല ഇത് ആദ്യമായിട്ടാ. കലവല്ല കല, എന്റെ പേരാ ഞാൻ പറഞ്ഞത്. ഓ, ചേച്ചിയുടെ പേരാണോ കലയെന്ന്? ചേച്ചി, ഈ വീട്ടിലെ ചേച്ചി ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നാണേ. ഓ, ഞാൻ ഫ്രീ ആകട്ടെ, എന്നെ കൂടെ ഇന്റർവ്യൂ ചെയ്യുവോ? ചേച്ചി എന്തിനാ ഇന്റർവ്യൂ ചെയ്യണം? നിങ്ങൾ മുമ്പേ അവളെ ഇന്റർവ്യൂ ചെയ്തില്ലേ? നാളെ തൊട്ട് അവിടെ ജാടയും പത്രാസും ഒക്കെ ഞാൻ കാണണ്ടേ? നിങ്ങൾ എന്നെ ഇന്റർവ്യൂ ചെയ്യുവാണല്ലേ, എന്റെ മുന്നില് അവിടെ ജാട കാണണ്ടല്ലോ, കാണിക്കല്ലോ. എന്നിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെ ജാട നാട്ടുകാര് മുഴുവൻ കാണുമല്ലേ? അങ്ങനൊന്നും അല്ല. ഈ ചേച്ചി ധീരയാ. ചീരയോ? ചീരയും പച്ചക്കറിയും ഒന്നും അല്ല, ഈ ചേച്ചി ധീരയാന്ന് പറഞ്ഞ ധീര വനിത. ഓ, ഇവളൊരു ധീര വനിത വന്നിരിക്കുന്നത്. ഞാനും ഇതൊക്കെ തന്നെ പലതും കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നത്. നമ്മൾ ഇതൊന്നും പറഞ്ഞു നടക്കാറില്ല. അപ്പൊ ചേച്ചി എന്ത് ധീരതയാ ചെയ്തിരിക്കുന്നത്? ധീരത കാട്ടിന്നും വനത്തിന്നും വരുന്നൊന്നും അല്ല. എന്റെ ധീരത എന്റെ ചങ്കുറപ്പാണ്. മണിച്ചിത്രത്താഴ് സിനിമ കണ്ടിട്ടുണ്ടോ? 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട് ചേച്ചി. മണിച്ചിത്രത്താഴ് സിനിമയില് ശോഭന ചേച്ചി വാതിൽ തുറക്കുന്നത് കണ്ണടയ്ക്കാതെ പേടിക്കാതെ നിന്ന് കണ്ടത് ഞാനാ. എന്റെ കൂട്ടുകാരെപ്പോഴും പറയും നിന്റെ ധൈര്യം സമ്മതിക്കണമെന്ന്. അതുപോലെ തന്നെ കടുവാക്കുളം രാത്രി കടുവ ഇറങ്ങുന്ന വഴിയിലേ
പകല് പോയി ഞാൻ ഇങ്ങനെ നിൽക്കാറുണ്ട്. രാത്രി കടുവ ഇറങ്ങുമ്പോ എങ്ങനെയാ ചേച്ചി പകല് വന്ന് നിൽക്കുന്നത്? അതെന്തൊരു ധീരതയാ. രാത്രിയും പകലും സമയവും ഡേറ്റും നോക്കി വരെ ഇത് ട്രെയിനൊന്നും അല്ലല്ലോ. കടുവ എപ്പോ വരുമെന്ന് തനിക്കറിയാൻ പറ്റുമോ? ഇന്ന ചേച്ചി ഒരു കാര്യം ചെയ്യും, ചേച്ചിയാണ് ഒരു കടുവയെ പിടിച്ചോണ്ട് പോവാ, എന്നിട്ട് നമുക്ക് ഇതുപോലെ ഞാൻ ഇന്റർവ്യൂ ചെയ്യാം. അല്ല പിന്നെ എടോ, കേവലം ഒരു കടുവയെ പിടിച്ചാളാവാൻ ഞാനില്ല. ഞാൻ എന്തേലും ചെയ്യുവാണേലേ അതിലൊരു സംഭവമായിരിക്കും. അന്ന് താൻ എന്റെ മുന്നിൽ ക്യൂ നിൽക്കും. ക്യൂ വെള്ളം അടിക്കാനാ? ഇതിനു വേണ്ടിയല്ല, എന്റെ ഇന്റർവ്യൂവിന് മുന്നിൽ ക്യൂ നിൽക്കുമെന്നാ പറഞ്ഞത്. വെള്ളം. ഓ, ഇപ്പൊ ഒരു വെള്ളം, ഇന്റർവ്യൂ നടക്കുന്ന ആൾക്ക് വെള്ളം കൊണ്ട് കൊടുത്തിരിക്കുന്ന. സാർ അങ്ങോട്ട് പോയി, ഞാൻ നല്ല ചായ തരാം. എനിക്ക് ചായ കൊടുക്കാൻ മടിയായിട്ടൊന്നും അല്ല, ഗ്യാസ് തീർന്നിരിക്കും അതാ. കേട്ടില്ലേ ഇവൾക്ക് ഗ്യാസ് തീർന്നു പോയെന്ന്. ഒരു കുറ്റി മാറ്റി വെക്കാൻ കഴിയാത്ത ഇവളാണ് ഒരു ധീര വനിത. നിർത്തടി. ഞാൻ പറയൂടി, താറ് തിരികെ പോകുമ്പോഴേ എന്റെ വീട്ടിലോട്ട് പോയി, ഞാൻ ഭക്ഷണം തരാം. അവിടെ എന്റെ മമ്മിയുണ്ട്. മമ്മി ഇവളുടെ പറച്ചിലായിട്ടാ തോന്നുന്നു ഇവളുടെ വീട് അങ്ങ് ഈജിപ്തിലാണ്. പിന്നെ രണ്ടും കണക്കാ. നിർത്തടി. നീ ആര്? ധീരവനിതയോ? നീ എവിടുത്തെ ധീരവനിതയാടി? നിനക്ക് ചുണയുണ്ടെങ്കിലേ രാത്രി 12 മണിക്ക് പള്ളി സെമിത്തേരിയിൽ പോയിട്ടേ തിരികെ അന്നേരം കാണാൻ നിന്റെ ധീരത. എനിക്ക് ഇതേ ധൈര്യം കാണിക്കേണ്ട ഒരാവശ്യമില്ലടി. നിനക്ക് ധൈര്യം ഉണ്ടോടി? ചേച്ചി ഈ ചേച്ചിയെ കളിയാക്കിയും കുറ്റപ്പെടുത്തുകയും ഒന്നും വേണ്ട. ഈ ചേച്ചിയുടെ ധൈര്യം കൊണ്ടാണ് ആ കുളത്തിൽ കടന്ന് ആ ചേച്ചിയില്ലേ, മുങ്ങിത്താഴാൻ പോയ ചേച്ചിയില്ലേ, ആ ചേച്ചിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് വലിച്ച് കരക്കി കയറ്റിയത്. എന്ത് കഷ്ടപ്പെട്ട് പാടുപെട്ടിട്ടാണെന്നറിയാ കൊണ്ടുവന്നത്. ആ ആൾക്കാരെ അവിടെ നോക്കി എന്തോ ചെയ്തോണ്ടിരിക്കുക, വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്നറിയാം, ചേച്ചിക്ക് ഈ ചേച്ചിയോട് കുശുമ്പാന്നാണ്. ഞാനും ഇതുപോലെ ആരെങ്കിലും രക്ഷിച്ചിട്ടേ ഇന്റർവ്യൂവിന് വരും. നിങ്ങളെ തന്നെ ഇന്റർവ്യൂവിന് വിളിക്കാം, കാണിച്ചു തരാം. ആയിക്കോട്ടെ. എന്നാന്നറിയാവോ, ചേച്ചിയോട് ഈ ചേച്ചിക്ക് കുശുമ്പ. അല്ല, അവള് പറഞ്ഞാലും ചേച്ചി കാര്യമുണ്ട്. തന്നെ വിശ്വസിക്കാമല്ലോ അല്ലേ? പിന്നത് കുഴപ്പമില്ലല്ലോ. ഇല്ല, പറഞ്ഞോളൂ. ആണെന്ന് പറയത്തില്ലല്ലോ. ഇല്ലെന്നേ. ഞങ്ങൾ കുടുംബശ്രീയില് 14 പേരുണ്ട്. 14 പേരിലും ഞങ്ങളെല്ലാം കൂടെ അതിന്റെ സാധനത്തിന്റെ പേരെന്താ? ലോൺ എടുത്തു. ലോൺ എടുക്കുമ്പോൾ നമ്മൾ എന്തോ ചെയ്യണം? ലോൺ പാസ്സാക്കാൻ നമ്മൾ സൈൻ ഇടണമല്ലോ. സൈൻ ഇടണം. 14 പേര് സൈൻ ഇടേ. അതിന്റെ അകത്ത് ഒരാളാണ് ഈ മുങ്ങിച്ചാവാനിരിക്കുന്നത്. ഞാൻ നോക്കി നിക്കുവോ? ഞാൻ എടുത്തു പോവും. പിന്നെ ലോണ് കിട്ടാൻ വേണ്ടിട്ട് ആ ലത ഇനി അവള് കുളത്തിൽ ചാടിയാലും കടലിൽ ചാടിയാലും ഞാൻ അവളെ രക്ഷിക്കും. പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ ഒരു സംഭവം, ഒരു നല്ല കാര്യം നടന്നു. എന്താണ്? ചുളിവില് ഞാനൊരു ധീരവനിതായില്ലേ. ഹലോ, എന്തുണ്ട് വിശേഷം? സുഖല്ലേ? സ്കിറ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു. നമുക്ക് ഇവരോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. പ്രസാദേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു സ്കിറ്റ്? ആദ്യം മോളുടെ പേരെന്താ? ശ്രേയ. ശ്രേയ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 2ല്. കെട്ടിക്ക് കേട്ടാ മോള്. താങ്ക് യു. മോള് ഹൈലൈറ്റ് ആയിരുന്നു ഇതിൻ്റെ. നിങ്ങളുടെ ഈ ക്യാരക്ടർ സെലക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരുടെ ഫിഗർ നോക്കിയിട്ടാണല്ലോ ക്യാരക്ടർ സെലക്ട് ചെയ്യണത്. ഇന്നയാൾ കൊള്ളാം, ഇയാൾ പോലീസാകാം, അല്ലെങ്കിൽ ഇയാൾ പെണ്ണാകാം, ആണാകാം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു ഫിഗറൊക്കെ നോക്കിയിട്ടാണ് നമ്മളെപ്പോഴും ക്യാരക്ടർ സെലക്ട് ചെയ്യണത്. ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മൊത്തം തകർത്ത് കളഞ്ഞു. എങ്ങനെ നിങ്ങളിങ്ങനെ ഒരു ക്യാരക്ടർ സെലക്ട് ചെയ്തു എന്ന് ആലോചിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു സ്കിറ്റ് കേട്ടോ. ഒരു ക്യൂട്ട്, വലിയ മോഡേൺ ട്വിസ്റ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ശരിക്കും ഒരു ഫാമിലിക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ക്യൂട്ടായിട്ടുള്ളൊരു സ്കിറ്റ്. അത്യാവശ്യം നല്ല കോമഡി ഉണ്ടായി. മോളുടെ ഒരു പെർഫോമൻസ് ഗംഭീരമായിരുന്നു. മോൾ ഇവിടെ നിന്ന് നിൽക്കേണ്ട ആളല്ല. മോള് നോക്കിയോ പറക്കാൻ പോകണേണ് ഇനി അങ്ങോട്ട് കേട്ടോ. ഇനി ഗംഭീര ആർട്ടിസ്റ്റ് ആകാൻ പോകണേണ്. സിനിമയിലും അതുപോലെ എല്ലാ മേഖലകളിലും മോള് ഡാൻസ് അറിയോ നമുക്ക്? അപ്പൊ ഡാൻസും അറിയാം. അപ്പൊ പിന്നെ എല്ലാം അറിയാമല്ലോ. പിന്നെ പാട്ട് പാടുവോ? അത്ര ഇല്ലെങ്കിലും പാടും. എങ്കിലും പാടും. അപ്പൊ മോള് ഒരു ഗംഭീര സകലകലാ വല്ലഭയായിട്ട് വരാൻ പോവുകയാണ്. മോളുടെ ഒരൊറ്റ പവറിലാണ് കേട്ടോ ഈ സ്കിറ്റ് നിന്നത്. അതിന് ശരിക്കും അച്ഛനും അമ്മക്കും ഗംഭീരമായിട്ട് അവർക്ക് അഭിമാനിക്കാം, ഇങ്ങനെ ഒരു മകളുണ്ട് എന്ന് ഓർത്തിട്ട്. ആ മകളുടെ പവറിലാണ് നിങ്ങൾ രണ്ടുപേരും നിന്നിരിക്കുന്നത് കേട്ടോ. നന്നായിട്ടുണ്ട് മോളെ കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഇനി അച്ഛൻ്റെ അമ്മയുടെ പേരൊന്ന് പറഞ്ഞ്. എൻ്റെ പേര് ഷിജു. എന്റെ പേര് രഞ്ജുഷ. ഷിജു എന്ത് ചെയ്യുന്നു? ഞാൻ കലാമേഖല തന്നെയാണ്. കലാമേഖല എന്ന് പറയുമ്പോൾ നേരത്തെ സീരിയലിലൊക്കെ ഉണ്ടായിരുന്നു. അഭിനയിക്കുന്നുണ്ടായിരുന്നു. ഓ ശരി. അതിന്റെ ഒരു ക്വാളിറ്റി കാണുന്നുണ്ട്. സീരിയൽ അല്ലാതെ എന്താ വേറെ ജോലി? അല്ലാതെ വണ്ടിയുടെ ഇന്റീരിയർ ക്ലീനിങ്ങിന്റെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു മോളെ ഉള്ള? ഒരു മോളെ. അമ്മ എന്ത് ചെയ്യുന്നു? ഞാൻ വീട്ടു ജോലി. ഹൗസ് വൈഫ്. വൈഫ് ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും പങ്കെടുക്കുന്ന ആളല്ല. രണ്ടുപേരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇവിടെ വന്നത്. എനിക്ക് തോന്നുന്നത് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല അമ്മയൊക്കെ അല്ലേ? അതെ, അവരുടെ കഴിവിന് പരമാവധി അനുസരിച്ച് അവരത് ചെയ്തു. പക്ഷെ അത് മോളെ സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്താണ്. മോളാണ് സൂപ്പർ സ്റ്റാർ ഇന്നത്തെ വേദിയിലെ. മോളത് ഗംഭീരമായിട്ട് ചെയ്തു. മോളുടെ ഡയലോഗ് പ്രസൻറ്റേഷൻ മാത്രമല്ല, എക്സ്പ്രഷന്, ടൈമിങ് എല്ലാം പക്കായിട്ട് ചെയ്തു.
മോള് നല്ല ഭാവിയുള്ള ഒരു കുട്ടിയായിട്ട് മാറും. ആ കാര്യത്തിൽ 100% ഉറപ്പാണ്. അത് ഈ വേദിയിൽ നിന്നാകുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. കാര്യം നാട്ടിലെ കോമഡിക്കാരെന്ന് പറയുന്ന സെഗ്മെന്റിൽ ഒരുപാട് ടീമുകൾ വരുന്നുണ്ട്. ഒത്തിരി പേര് ഇങ്ങനെ ഉയർന്നു വരികയാണ്. അപ്പൊ അത് പുതിയ താരോദയം കൂടി നമ്മുടെ ശ്രേയക്കുട്ടി എത്രാം ക്ലാസ്സിലാണ് പഠിക്കണമെന്ന് പറഞ്ഞാൽ? അതേത് സ്കൂളിലാണ് പഠിക്കണത്? EMM സീനിയർ സെക്കൻഡറി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. അപ്പൊ ടീച്ചേഴ്സിന്റെ അടുത്തൊക്കെ പറഞ്ഞോ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വരുന്ന കാര്യം? അപ്പൊ അവരൊക്കെ കണ്ടു കഴിയുമ്പോ അവരെയൊക്കെ ഒന്ന് ഞെട്ടിക്കണ്ടേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെ സ്കിറ്റുകൾ മോള് ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇവിടെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ചെയ്യണല്ലേ. മോള് ഇതിക്ക് മുമ്പ് സ്കിറ്റായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാ? ഇല്ല അല്ല, ആദ്യമായിട്ടാണല്ലേ? എന്റെ പൊന്നെ, 2ാം ക്ലാസ് വരെ എത്തിയതേ ഉള്ളേ. എന്താണെന്ന് അയക്ക പറയാനുള്ള കാര്യം, ഭയങ്കര മെമ്മറി പവറാ. അതെ, കാരണം ഇതിനകത്ത് വേറെ ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് കളി കാണും പറയാ, ഒരു സാധനവും കൊച്ചു മറന്നിട്ടില്ല എന്നുള്ളത്. കറക്റ്റ് പോയിന്റിൽ നിങ്ങൾ ചോദിച്ചാൽ അവൾ ഉത്തരം പറഞ്ഞിരിക്കും. നിങ്ങൾ ചോദിക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. കാരണം ഇത് എങ്ങനെ നമ്മളത് ഇവിടെ ഇരുന്ന് മനസ്സിലാക്കിയണ്ട. കാരണം ഇത് ഇത്രയല്ലേ ഉള്ളൂ, ഇതിനകത്ത് വേറെ ഒന്നും കട്ടായി പോയിട്ടില്ല മോളുടെ. കറക്റ്റ് നമുക്കറിയാതെ. കാരണം മോളെ ഈ വരാൻ പോകുന്ന ഈ ചെറിയ കുട്ടികളിലെ ഏറ്റവും വലുതാവാൻ പോകുന്ന ഒരാളാണ് മോള്. ഭയങ്കര കലാകാരിയാവും മോള്. വേണിക്കണ്ടോ? വലുതാവുമ്പോ മോൾക്ക് എന്താവാനാണ് ഇഷ്ടം? എനിക്ക് ടീച്ചർ ആവാനാണ് ആഗ്രഹം. എന്നാലും കലാപരമായിട്ട് ആക്ടിങ്ങില് അപ്പൊ നല്ലൊരു നടിയാവണം അല്ലേ? അതിന് എനിക്ക് തോന്നുന്നു പാട്ട് കുറേശ്ശെ പാടാനറിയാം, പിന്നെ ഡാൻസ് കളിക്കാനറിയാം. സ്കിറ്റിൻ്റെ കേസ് ഞങ്ങളിപ്പോൾ കൂടെ കണ്ട്, അതിനകത്ത് ഒന്നും പറയാനില്ല, അത് ഗ്രാൻഡാണ്. അപ്പോൾ എനിക്ക് തോന്നണം മോളുടെ ആഗ്രഹം പോലെ തന്നെ നടക്കും. എനിക്ക് തോന്നണം വലുതാകുമ്പോൾ ഒരു നല്ല മഞ്ജു വാര്യരോ അങ്ങനെയൊക്കെയുള്ളൊരു നല്ലൊരു ആക്ട്രസ് ആവാനുള്ള എല്ലാ സാധ്യതകളും കഴിവും മോക്കുണ്ട് കേട്ടോ. നമ്മളിവിടെ കണ്ടുകൊണ്ട് കേട്ടുകൊണ്ടാണ് ഈ പറയണത്. ഒരിക്കലും മോളെ പൊക്കി പറയാൻ വേണ്ടി പറയണതല്ല കേട്ടോ, കറക്റ്റ് കാര്യങ്ങളാണ് പറയണത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുകയും വേണം, അതിനൊപ്പം ഇതും കൂടെ കൊണ്ടു നടക്കണം. നന്നായിട്ട് പഠിക്കണം സ്കൂളിൽ കേട്ടോ. അപ്പോൾ അമ്മയും അച്ഛനും ഈ പാടുപെടണത് കാര്യം അറിയാത്തൊരു കാര്യം അമ്മക്കാണെങ്കിലും മോളുടെ കൂടി കാര്യങ്ങൾ ചെയ്യണത് മോൾക്ക് വേണ്ടിയാണ് അല്ലേ? അമ്മ എന്താ കരയണ്ട? കരയണ്ട? ആനന്ദ അല്ല, അതെ, ഒരു ഭയങ്കര ഭാഗ്യമാണത്. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ വേറെ ടീമിൻ്റെ കൂടെ വിടാമെന്നെങ്കിലും നമ്മുടെ കൂടെ നിന്ന് അന്ന് പ്രോത്സാഹനം കൊടുത്ത് നമ്മൾ അരിയിൽ നിന്ന് തന്നെ അങ്ങനെ അവർ ബൂസ്റ്റ് ചെയ്യണത് വേറൊരു ലെവലാണത്. അത് പ്രത്യേക കയ്യടി നിങ്ങൾക്ക് തരണതിന്. അതിപ്പോൾ അറിഞ്ഞോ അറിയില്ലെന്നല്ല, നമുക്കറിയുന്ന പോലെ നമ്മൾ ചെയ്യുക. ബാക്കി മോള് ചെയ്തോളും. അതെ, എല്ലാ മാതാപിതാക്കൾക്കും ഈ ഭാഗ്യം കിട്ടിയല്ലോ കേട്ടോ. നിങ്ങൾക്കത് കിട്ടി. കാര്യം മോളിലൂടെ നിങ്ങൾക്കത് കിട്ടിയെന്ന് വേണേൽ പറയാം. ഇനി വരുമ്പോൾ, ഇനി രണ്ടാമത് നിങ്ങൾ വരണമല്ലോ. നിങ്ങൾ വരുമ്പോൾ സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്തിട്ട് ആദ്യം വീട്ടിലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് കളിച്ച് നോക്കുക. എന്നിട്ടൊരു പേടി അങ്ങ് മാറ്റുക. നിങ്ങൾ എൻ്റെ ഒരു അച്ഛനും അമ്മയും കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ആ പേടി അങ്ങ് മാറ്റി നല്ല ക്ലിയർ ആയിട്ട് ഗംഭീരമായിട്ട് അടുത്ത പ്രാവശ്യം വരണം. അച്ഛനും അമ്മയോടും ചോദിക്കുകയാണ് ഞാൻ, ഇവിടെ വരാനായിട്ടുള്ളൊരു പ്രചോദനം എന്താണ്? ഇതന്നെ മോടെ ടാലന്റ് എല്ലാവരിലേക്കും എത്തിക്കുക, അത് തന്നെ ആഗ്രഹം. അല്ല, എന്തായാലും ഇവിടെ ഒരു ടീം വേണമല്ലോ, ഒരു ടീം വേണം. അപ്പൊ ഞങ്ങൾ പോയാൽ ശരിയാവൂലേ, അങ്ങനെ ഒരു ഡൗട്ട് നമുക്കുണ്ടാവുമല്ലോ. അതെനിക്കുണ്ടായിരുന്നു. അപ്പം മോടെ സപ്പോർട്ടാണ് ഞാനിവിടെ പറഞ്ഞത്. മോളാണ് വേണ്ടിയാണ് അല്ലേ? മോളും പറഞ്ഞേ അമ്മ കുഴപ്പമില്ല, അമ്മ വന്നാൽ മതി എന്ന് പറഞ്ഞല്ലേ? അതെ അതെ. എനിക്ക് തോന്നുന്നത് മോളുടെ അമ്മ കുറച്ചും കൂടിയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത്തിരി ഹ്യൂമർ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ചും കൂടി ഒരു ഗ്രേസ് ആയിട്ട് കുറച്ചും കൂടി ഒന്ന് ശബ്ദത്തിൽ കളിക്കുകയാണെങ്കിൽ അത് മതിയായിരുന്നു. അതുപോലെ സാറേ, ഇന്നലെ വൈകുന്നേരം കാണിച്ചപ്പോഴേ ഒത്തിരി ചേഞ്ചിങ് സാറന്മാർ പറഞ്ഞു. ഗ്രൂപ്പിൽ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അപ്പൊ ശശാന്ത് സാറാണല്ലോ ആ പറയുന്ന പെട്ടെന്ന് തൊട്ട് അവരുടെ മെമ്മറി വരുന്ന പെട്ടെന്ന് പറയുമ്പോഴത്തേന് അത് നോട്ട് ചെയ്യാൻ മോള് ആ പറയുന്ന തന്നെ മെമ്മറി അന്നേരം തന്നെ എടുത്ത് അങ്ങനെ വന്നാണ് ആ ഗിറ്റാറിന്റെ ഒക്കെ പെട്ടെന്ന് ആ ടൈമിങ് വന്നാണ്. ലാസ്റ്റത്തേത് കുറച്ച് മുന്നേ നമ്മൾക്ക് ഇവിടെ വന്നപ്പോൾ പറഞ്ഞാണ്. അതും എടുക്കാൻ ഇച്ചിരി താമസം വന്നെങ്കിൽ അവൾ അത് നല്ല രീതിയിൽ പെർഫോം ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, നമ്മൾ ഈ പ്രകടനം കാണുമ്പോൾ അറിയാം കൊച്ചിന് നല്ല മെമ്മറി പവറും അത് എന്താണ് പ്രസന്റ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നുള്ളത്. ഇപ്പൊ അമ്മ നമ്മളോട് പറഞ്ഞില്ലേ, ഈ രീതിയിൽ സ്റ്റേജിൽ കയറുമ്പോൾ പറഞ്ഞാൽ മതി, അപ്പൊ ഓക്കെ ആയിക്കോട്ടെ. ഇത്രയും ശബ്ദം പോലും ഉണ്ടായിരുന്നില്ല. ഇത്രയും ശബ്ദത്തിൽ കളിച്ചാൽ മതിയായിരുന്നു. അല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫ്ലോറിൽ നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇപ്പൊ പേടി മാറിയില്ലേ? ചെറിയൊരു കണ്ണീരൊക്കെ വന്നപ്പോ അങ്ങ് മാറിയല്ലേ? അപ്പൊ മോള് ഉദ്ദേശിച്ച പോലെ നല്ലൊരു ടീച്ചർ ആവട്ടെ, നല്ലൊരു നടിയാവട്ടെ, നർത്തകിയാവട്ടെ അല്ലേ, നല്ല ഡാൻസർ ആവട്ടെ, എല്ലാം മോള് ഉദ്ദേശിച്ച പോലെ തന്നെ നടക്കും. കൂട്ടത്തിൽ നന്നായിട്ട് പഠിക്കുകയും ചെയ്യണം സ്കൂളിലട്ടാ. അപ്പൊ മോൾക്ക് ഓൾ ദ വെരി ബെസ്റ്റ് രണ്ടുപേർക്കും, അച്ഛനും അമ്മക്കോട്ടാ. വല്ലഭയാകട്ടെ. അപ്പം ഇന്നത്തെ നമ്മുടെ മാർക്ക് എന്ന് പറയുന്നത് അത് മോൾക്ക് മാത്രമുള്ളതാണ്. അതെ കേട്ടോ. അതെ. ഞാൻ ഐശ്വര്യമായിട്ട് മോൾക്ക് കൈനീട്ടം കൊടുക്കുകയാണ്. ഞാനൊരു 5000 രൂപ കൊടുക്കുകയാണ് മോൾക്ക്. ഞാനും ഒട്ടും കുറക്കണില്ല, മോൾക്ക് 5000 രൂപ തന്നെ. അപ്പൊ 10000 രൂപയെ പ്രസാദേട്ടാ, ബാക്കി ഞാൻ അവിടെ തരാം. അവിടെ നോക്കിക്കോളൂ പുറകില്. ഇത് മോൾക്ക് മാത്രം ഉണ്ടോ? 15000 രൂപ
3 പേര് വന്നെങ്കിലും ഒറ്റയ്ക്കൊരാൾ നിന്ന് കരസ്ഥമാക്കി എന്നാണ് സത്യം. അപ്പൊ അടുത്ത പ്രാവശ്യം പറഞ്ഞതുപോലെ ഗംഭീരമായിട്ട് വരിക. ഓക്കെ ഓക്കെ, അടിപൊളി. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ പൂർണ്ണമാക്കുകയാണ്. അപ്പോൾ എന്തായാലും നല്ല നല്ല സ്കിറ്റുകളും നല്ല നല്ല ഐറ്റങ്ങളായിട്ട് നാളെ കാണാം. നമുക്ക് കാണുന്നവരേക്കും ഗുഡ് നൈറ്റ്.